ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പുഷ് ഡൗൺ ഓട്ടോമാറ്റ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഫോർമൽ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് സ്റ്റാക്ക് ഉണ്ടാവുന്നതും സ്റ്റാക്കിൻ്റെ അകത്ത് ഒന്നുമില്ലെങ്കിലും ഇനീഷ്യലി അവിടെ സെറ്റ് സീറോ എന്ന് പറയുന്നൊരു സിമ്പിൾ ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് സൈഡ് ഹെഡിങ് അവിടെ എഴുതി വെക്കുക. ഹെഡിങ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് പി ഡി, ഡിസൈൻ ഓഫ് പി ഡി. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ കാര്യം ഡീൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ എ പി ഡി എഫ് ഫോർ ദി കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഡിസൈൻ എ പി ഡി എഫ് ഫോർ ദി കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് L is equal to A raised to n B raised to n such that n greater than or equal to 0. L is equal to A raised to n B raised to n such that n greater than or equal to 0. നമ്മൾ ഈ ഒരു കേസിൽ ഈ ഒരു ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് പുഷ് ഡൗൺ ഓട്ടോമാറ്റക്ക് ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ രണ്ട് മെക്കാനിസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് മെക്കാനിസം, അതിന് വേറെ പേര് നമ്മൾ പറഞ്ഞത് ലോക്കൽ മെക്കാനിസം എന്നായിരുന്നു. രണ്ടാമത്തെ ആക്സെപ്റ്റൻസ് മെക്കാനിസമാണ് നമ്മൾ പറഞ്ഞത് ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് നമ്മൾ യൂണിവേഴ്സൽ മെക്കാനിസം എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണ്. ഈ ഒരു മെക്കാനിസം വെച്ചിട്ടുള്ള എക്സാമ്പിളിൽ അതിൻ്റെ ഒരു പി ഡി എ ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പി ഡി എ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് അതൊരു സ്വാഭാവികമായിട്ടും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത് A raised to n B raised to n എന്നാണ്. ദാറ്റ് മീൻസ് എത്രത്തോളം എ വരുന്നുണ്ടോ അത്രത്തോളം ബി വരണം. ഈ ലാംഗ്വേജ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൻ്റെ അകത്ത് കണ്ടൊരു ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പം എൻ്റെ കൗണ്ട് എത്രത്തോളം വരുന്നുണ്ടോ അത്രത്തോളം ബീസും എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിമം സ്ട്രിങ്ങുകൾ അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് സ്ട്രിങ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്നിൻ്റെ വാല്യൂ 0നോ അതിന് മുകളിലോ ആവാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ A raised to 0 B raised to 0 എന്ന് വരും. അങ്ങനെയാവുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് എന്ന് പറയുന്നത്, സ്ട്രിങ് ആൻഡ് സൈഡിൽ എഴുതുകയാണ്, സ്ട്രിങ് എന്ന് പറയുന്നത് ഒന്ന് ആപ്സിലോൺ ആയിരിക്കും. ഓക്കെ, ഇനി എന്നിൻ്റെ വാല്യൂ നമ്മൾ 0 മാറ്റി 1 കൊടുത്തു കഴിഞ്ഞാൽ A raised to 1 B raised to 1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് AB എന്ന് പറയുന്ന സ്ട്രിങ് കിട്ടും, 1A ഫോളോഡ് ബൈ 1B. ഓക്കെ, ഇനി നമ്മൾ എന്നിൻ്റെ വാല്യൂ 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് 2A ഫോളോഡ് ബൈ 2B എന്ന് പറയുന്ന സ്ട്രിങ് കിട്ടും. ഇങ്ങനെ എന്നിൻ്റെ വാല്യൂ 3ഉം 4ഉം ആക്കിയിട്ട് നമുക്ക് ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഫൈനൈറ്റ് ഓട്ടോമാറ്റ വരയ്ക്കുന്ന സമയത്ത് നമ്മളത് വരച്ച് തുടങ്ങിയത് എങ്ങനെയായിരുന്നു, മിനിമം സ്ട്രിങ് ഏതാണോ അതെടുത്തിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. സെയിം മാനർ തന്നെയാണ് നമ്മൾ ഇവിടെയും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ കിട്ടുന്ന മിനിമം സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു നൾ സ്ട്രിങ് അല്ലെങ്കിൽ 0 ലെങ്ത് ഉള്ള ആപ്സിലോൺ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് നമുക്കവിടെ മിനിമം ആക്സെപ്റ്റ് ചെയ്യിക്കേണ്ടതുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. കോൺഫിഗറേഷൻ നമ്മളെങ്ങനെ എഴുതുക, ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. ഡെൽറ്റയ്ക്കകത്ത് നമ്മൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് അറിയാം. അപ്പോൾ ഞാൻ സ്റ്റേറ്റിൻ്റെ പേര് എഴുതി. രണ്ടാമത് നമ്മൾ ഏത് സിമ്പിളാണ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് റീഡ് ചെയ്യുന്നതെന്ന് എഴുതണം. രണ്ടാമത് പറയുക ഏത് സിമ്പിളാണ് റീഡ് ചെയ്യുന്നത്, Q0യിൽ നിന്ന് ആപ്സിലോൺ റീഡ് ചെയ്തുകൊണ്ട്. ഇനി മൂന്നാമത് നമ്മളൊരു കാര്യം പറയണം. മൂന്നാമത് പറയേണ്ട കാര്യം നമ്മളെ സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്താണെന്നാണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു സ്റ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാക്കിൻ്റെ അകത്തുനിന്നുണ്ടാവും ഇനീഷ്യലി അവിടെ ഒരു സെറ്റ് 0 എന്ന് പറയുന്ന ഒരു സിമ്പിൾ അവിടെ ഓൾറെഡി ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മളൊരു
ഡെൽറ്റയുടെ ഡെഫിനേഷൻ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ DFA പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്ര എഴുതി ഡെൽറ്റ ഓഫ് Q0, A. ഇതിൻ്റെ മീനിങ് എന്താ? Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് A എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന സാധനം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, പക്ഷെ ഇവിടത്തേക്ക് വരുമ്പോൾ സിമ്പിൾ റീഡ് ചെയ്യുന്നത് കൂടാതെ രണ്ടാമത് പറയുന്ന സിമ്പിൾ ആണെങ്കിൽ അത് കൂടാതെ എഗെയിൻ ഒരു കോമ ഇട്ടിട്ട് മൂന്നാമത് ഒരാളെ പറയുന്നുണ്ട്. ഈ മൂന്നാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ നമ്മുടെ കയ്യിലെ സ്റ്റാക്കിൻ്റെ ടോപ്പ്, സ്റ്റാക്കിലെ നിലവിലെ ടോപ്പിൽ ആരാണ് ഉള്ളത് ആ കാര്യമാണ് നമ്മൾ മൂന്നാമത് പറയും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്യണം. ഫസ്റ്റ് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ്, രണ്ടാമത് പറയുന്നത് ആ സ്റ്റേറ്റിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഇൻപുട്ട് സിമ്പിൾ, മൂന്നാമത് നമ്മൾ പറയേണ്ട കാര്യം നമ്മളെ സ്റ്റാക്കിലെ ടോപ്പ് സിമ്പിൾ, സ്റ്റാക്കിൽ കറൻ്റ്ലി എന്തുണ്ട് ടോപ്പ് സിമ്പിൾ എന്താണോ ആ കാര്യമാണ് മൂന്നാമത് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ? Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്യുന്നു വിത്ത് സ്റ്റാക്ക് ടോപ്പ് സെറ്റ് നോട്ട്. ഇനി ഇങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി റൈറ്റ് സൈഡിൽ പറയേണ്ടതുള്ളത് അല്ലേ? അതല്ല നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റ് പഠിക്കുമ്പോൾ ചെയ്തത്. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് A റീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന സാധനം റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ റൈറ്റ് സൈഡിൽ കാര്യങ്ങൾ എഴുതണം. ബട്ട് കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സിമ്പിൾ ഉണ്ട്. അതിങ്ങനെയാണ് നൊട്ടേഷൻ ഏകദേശം വരുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണം നമ്മൾ കാര്യങ്ങൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. ഓക്കെ, Q0 തന്നെ പോവാണ്. അപ്പോൾ ഞാൻ Q0 ഇട്ടു. ദെൻ Q0 ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു എപ്സിലോൺ ചേർക്കുകയാണ്. ഓക്കെ, എന്താണ് എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാര്യം ഒന്ന് ഇവിടെ സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് പറയുന്ന കാര്യം നമ്മൾ പോകുന്ന സ്റ്റേറ്റ്, എങ്ങോട്ടേക്ക് ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് ആ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യം പറയുന്ന കാര്യം. ഇനി കോമയ്ക്ക് ശേഷം ഫസ്റ്റ് കോമയ്ക്ക് ശേഷം അവിടെ എന്തൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ എപ്സിലോൺ വരാം, വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്ന സിമ്പലുകളാണ് എപ്സിലോണ് പകരം വരാൻ സാധ്യത. ഓക്കെ, അപ്പം എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ എപ്സിലോൺ വന്നാൽ അതിനർത്ഥം പോപ്പ് ഓപ്പറേഷൻ എന്നാണ്. ഓക്കെ, എപ്സിലോൺ വന്നാൽ പോപ്പ് ഓപ്പറേഷൻ എന്നാണ് മീനിങ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും? Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടാകുന്നത് സെറ്റ് നോട്ടാണ്. അങ്ങനെ എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് തന്നെ പോകണം. എന്ത് ഓപ്പറേഷൻ നടക്കണം? പോപ്പ് ഓപ്പറേഷൻ നടക്കണം. ഓക്കെ, പോപ്പ് ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ സ്റ്റാക്കിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിലുള്ള എലമെന്റ് എന്താണോ അത് എന്തായിട്ട് മാറും? പോപ്പ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ പോപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ അവസ്ഥ എന്താവും? സ്റ്റാക്ക് അവിടെ എം ടി ആവും. ഓക്കെ, അങ്ങനെ എം ടി ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണെങ്കിൽ നമ്മൾ സ്റ്റാക്ക് എം ടി ആകുമ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്തതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ശ്രമിച്ചത് എന്താ? ഈ എപ്സിലോൺ എന്ന് പറയുന്ന 0 ലെങ്ത് സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ എന്ത് ഈ ഒരു കോൺഫിഗറേഷൻ, ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ കോൺഫിഗറേഷൻ പ്രകാരം എന്ത് ആക്സെപ്റ്റ് ആവും? എപ്സിലോൺ അവിടെ ആക്സെപ്റ്റ് ആവും. ഓക്കെ, ഇത് ക്ലിയർ ആണ് ഇപ്പോൾ പറഞ്ഞത്? എപ്സിലോൺ ആക്സെപ്റ്റ് ആയ കേസ്, കേസ് ക്ലിയർ ആണോ? അജയ് എപ്സിലോൺ ആക്സെപ്റ്റ് ചെയ്ത കേസ് ക്ലിയർ ആണോ? ഓക്കെ, അദീന ഓക്കെ അല്ലേ? ഇത് അദീന ഓക്കെ. അപ്പൊ ഈ ഓർഡർ മൈൻഡിൽ വേണേ നമ്മൾ ട്രാൻസിഷൻ ഇങ്ങനെ 1 by 1 എഴുതുന്ന സമയത്തെ ആദ്യം പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കറന്റ് നിൽക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കുന്നു. കോമയ്ക്ക് ശേഷം രണ്ടാമത് പറയുന്നത് നമ്മൾ റീഡ് ചെയ്യുന്ന ഇൻപുട്ട് സിമ്പിൾ ആണെന്നും മൂന്നാമത് പറയുന്ന കാര്യം എന്തായിരിക്കും? സ്റ്റാക്ക് ടോപ്പ് ആണെന്നും ഈ ഓർഡർ മൈൻഡിൽ ആദ്യം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്തായിരിക്കും? ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്? ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് എന്താ സംഭവിച്ചത്? Q0 എന്ന് എപ്സിലോൺ റീഡ് ചെയ്ത് എങ്ങോട്ടേക്കാണ് പോയത്? Q0 തന്നെയാണ് പോയത്, പുതിയൊരു സ്റ്റേറ്റിലേക്കൊന്നും പോയില്ല. സെയിൽസ് ലൂപ്പാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സെയിം സ്റ്റേറ്റിലേക്കാണ് പോയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ പോകുന്ന സ്റ്റേറ്റിൻ്റെ കൂടെ കോമയിട്ട് അടുത്ത പറയുന്ന കാര്യം എന്തായിരിക്കും? സ്റ്റാക്കിൽ നടക്കുന്ന ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, സ്റ്റാക്കിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു 3 ഓപ്പറേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് പുഷ് ഓപ്പറേഷൻ, രണ്ടാമത്തത് പോപ്പ് ഓപ്പറേഷൻ, മൂന്നാമത്തത് സ്കിപ്പ് അല്ലെങ്കിൽ അതിന് നമ്മൾ വേറെ പേര് വിളിക്കും, എന്തായിരുന്നു? ബൈപാസ് ഓപ്പറേഷൻ. ഈ 3 ഓപ്പറേഷനാണ് സ്റ്റാക്കിൻ്റെ അകത്ത് നടത്തുക. അപ്പം ഇവിടെ നിങ്ങൾ എപ്സിലോൺ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്നത് എന്താണ്? പോപ്പ് ഓപ്പറേഷൻ ആണ്. ഓക്കെ,
എപ്സിലോൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയിരിക്കുന്നത് പോപ്പ് ഓപ്പറേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഞാൻ നടത്തിയത് എന്താണ്? പോപ്പ് ഓപ്പറേഷൻ ആണ്. ഇനി പുഷ് എങ്ങനെ വരും, സ്കിപ്പ് എങ്ങനെ വരും എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ പറയുമ്പോൾ കാണാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ചെയ്തത് ഇപ്പോൾ ചെയ്ത് നമ്മളെന്താ ആ 0 ലെങ്ത് സ്ട്രിങ് ആയ എപ്സിലോണിനെ ആക്സെപ്റ്റ് ചെയ്യിച്ചു. അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ സ്ട്രിങ്ങിനെയാണ് നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എ റീസ് ടു എൻ ബി റീസ് ടു എൻ വരും പറയുന്ന സമയത്ത് ഈ ഒരു ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് അടുത്ത വരാനുള്ള പോസിബിലിറ്റി എന്താണ്? അടുത്ത സ്ട്രിങ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. ഓക്കെ, അടുത്ത വരാനുള്ള സ്ട്രിങ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യിക്കാൻ നോക്കാം. ഓക്കെ, അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. രണ്ടാമത്തെ ഡെൽറ്റ ഡെഫിനിഷൻ എഴുതാൻ പോവാണ്. ഡെൽറ്റ ഓഫ് ഞാൻ ഇതാണ് Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എന്ത് റീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ആദ്യം എ റീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുന്നു. എ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഞാൻ സ്റ്റാക്ക് ഒന്നുകൂടെ മാറ്റി വരക്കാം. ഇനീഷ്യലി നമ്മളെ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞു? സെറ്റ് നോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സെറ്റ് നോട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഞാനിവിടെ സെറ്റ് നോട്ട് കൊടുത്തു. ഇനി എന്ത് സംഭവിക്കുന്നുള്ള കാര്യമാണ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതാന്ന് പറയുന്നത്. അപ്പം ഞാൻ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ Q0യിൽ തന്നെ തുടരുകയാണ്. ഓക്കെ, Q0യിൽ തന്നെ തുടരുകയാണ്. എന്തുകൊണ്ട് Q0 തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പറയാം. Q0 തന്നെ തുടരുകയാണ്. Q0 തുറന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് എന്ത് നടക്കണം? എ റീഡ് ചെയ്യുമ്പോഴൊക്കെ പുഷ് നടക്കണം. അതല്ല നമ്മൾ ആദ്യം സോറി ഒറ്റ മിനിറ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈക്വൽ ഒരു ലാംഗ്വേജ് തന്നാൽ അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഈ ഒരു ലാംഗ്വേജിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യാമെന്ന് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു പറഞ്ഞത്? എ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാക്കിലേക്ക് എന്തോ ഒരു സിമ്പിൾ പുഷ് ചെയ്യുന്നു. ബി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോപ്പ് ചെയ്യുന്നു. അങ്ങനെ അവസാനത്തെ ബി റീഡിന് കൂടി സ്റ്റാക്കിൻ്റെ അവസ്ഥ എം ടി ആണെങ്കിൽ എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി വന്നു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് ആ ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എ റീഡ് ചെയ്യുന്നു. സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉള്ളത്? സെറ്റ് നോട്ടാണ് ഉള്ളത്. അങ്ങനെ എ റീഡ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് പോവാണ്? Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെ പോവാണ്. സ്റ്റേറ്റ് പോകുന്ന സമയത്ത് എന്ത് നടക്കുകയാണ്? പുഷ് ഓപ്പറേഷൻ നടക്കുകയാണ് അല്ലേ? എ റീഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പുഷ് ചെയ്യണം. അതാണ് നമ്മുടെ ലോജിക്ക് കേട്ടോ. എ റീഡ് ചെയ്യുമ്പോഴൊക്കെ സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യും. ബി റീഡ് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ലോജിക്ക്. ഓക്കെ, അപ്പോൾ Q0യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ദെൻ പുഷ് ഓപ്പറേഷൻ നടക്കുന്നു. പുഷ് ഓപ്പറേഷൻ എങ്ങനെയാണ് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സെറ്റ് നോട്ട് ഓൾറെഡി അവിടെ ഉണ്ട്. സെറ്റ് നോട്ടിൻ്റെ മുന്നേ ഞാൻ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലാണ് എന്ത് പുഷ് ചെയ്യുക? ഒരു സിമ്പിൾ പുഷ് ചെയ്യാം. അവിടെ എക്സ് എന്ന് എടുക്കുകയാണ്. ഇഷ്ടമുള്ള സിമ്പിൾ പുഷ് ചെയ്യാം. ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പുഷ് ചെയ്തു. ഓക്കെ, ഈ എക്സ് എവിടെയുള്ളതായിരിക്കും? നമ്മളെ ഗാമ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമൽ ഡെഫിനിഷൻ്റെ അകത്ത് ഗാമയ്ക്ക് അകത്ത് വരുന്ന ഒരു സിമ്പിൾ ആയിരിക്കും എന്ത്? എക്സ് അല്ലേ? സ്റ്റാക്ക് സിമ്പിൾസിനെ നൊട്ടേറ്റ് ചെയ്യാണ് നമ്മൾ ഗാമ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർമൽ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ ഗാമയ്ക്ക് അകത്ത് വരുന്ന ഒരു സിമ്പിളാണ് എന്ത്? ഈ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റാക്കിൽ ഓൾറെഡി എന്തുണ്ട്? സെറ്റ് നോട്ട് ഉണ്ട്. സെറ്റ് നോട്ടിൻ്റെ മുന്നേ ഞാൻ എന്ത് പുഷ് ചെയ്യാണ്? എൻ്റെ മുകളിൽ എന്ത് പുഷ് ചെയ്യാണ്? എക്സ് പുഷ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ എഴുതുക സെറ്റ് നോട്ടിൻ്റെ ലെഫ്റ്റിലാണ് കേട്ടോ. പുഷ് ചെയ്തെന്ന് കാണിക്കാൻ സെറ്റ് നോട്ടിൻ്റെ ലെഫ്റ്റിലാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ സംഭവിച്ചത് Q0യിൽ നിന്ന് എ റീഡ് ചെയ്തപ്പോൾ എങ്ങോട്ട് തന്നെ പോയി? Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയി. എന്ത് കൂടെ നടന്നു? അവിടെ പുഷ് ഓപ്പറേഷൻ കൂടെ നടന്നു. ഓക്കെ, അപ്പോൾ എക്സ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതാൻ പോവാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇനി ആദ്യത്തെ എക്ക് ശേഷം വീണ്ടും എ വരാനുള്ള പോസിബിലിറ്റി നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ പോസിബിലിറ്റിയാണ് കേട്ടോ. ഫസ്റ്റ് എ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പം നമ്മളിപ്പോൾ കറന്റ് കിടക്കുന്ന സ്റ്റേറ്റ് ഏതാ? Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെയാണ്. Q0 എന്ന് വീണ്ടും എ റീഡ് ചെയ്യാന്ന് വെച്ചോ. ഓൾറെഡി ഒരു എ റീഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ എ റീഡ് ചെയ്യാണ്. ഓക്കെ, എ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂന്നാമത്തെ പറയേണ്ട കാര്യം എന്താ? മൂന്നാമത്തെ കാര്യം എന്താടാ? ഇവിടെ എന്താ പറയേണ്ടത്? ആദ്യം സ്റ്റേറ്റ് പറയും, കറന്റ് നിൽക്കുന്ന സ്റ്റേറ്റ് പറയും, ഏത് സിമ്പിളാണ് റീഡ് ചെയ്യുന്നതെന്ന് പറയും. മൂന്നാമത് എന്താ പറയണ്ടേ? അശ്വിനെ ഗംഗയില്ല എവിടെ? ഗംഗ മൂന്നാമത് പറയേണ്ട കാര്യം എന്താ? സ്റ്റാക്ക് ടോപ്പിലുള്ള
സിമ്പിൾ ഏതാണ് അല്ലേ? സ്റ്റാക്ക് ടോപ്പിൽ ഇപ്പം ആരാ ഉള്ളത്? ഇപ്പോൾ എ റീഡ് ചെയ്തപ്പോൾ സ്റ്റാക്കിലേക്ക് എക്സിനെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ ആരാ ഉള്ളത്? എക്സ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? എക്സ് എന്ന് എഴുതണം. അപ്പം ഞാൻ എക്സ് എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് എങ്ങോട്ട് പോകുന്നുള്ള കാര്യമാണ് റൈറ്റ് സൈഡിൽ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. ദെൻ ഓൾറെഡി ഇപ്പം ടോപ്പ് കിടക്കുന്നത് എന്താണ്? എക്സ് ആണ് കേട്ടോ. ആ എക്സിൻ്റെ മോളിലാണ് ഞാൻ എഗെയിൻ എക്സ് പുഷ് ചെയ്യുന്നത്. എ ഇടുമ്പോൾ ഒക്കെ എക്സ് പുഷ് ചെയ്യുന്ന പറയാം അല്ലേ? അപ്പോൾ ഈ എക്സ് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മുന്നേ എഗെയിൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മുകളിൽ എക്സ് പുഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എക്സ് എക്സ് എന്ന് ചെയ്തു. ക്ലിയർ? ഇവിടെ എക്സ് എക്സ് എന്ന് എഴുതിയ കാര്യം ക്ലിയർ ആണോ? ടോപ്പിലുള്ളതിൻ്റെ ലെഫ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയതായി പുഷ് ചെയ്യുന്ന സിമ്പിൾ ചെയ്താന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ആദ്യം ചെയ്തത്. സെറ്റ് നോട്ടിൻ്റെ മുകളിൽ ആണ് എക്സ് പുഷ് ചെയ്തത്. ഇപ്പം നോക്കുമ്പോൾ സ്റ്റാക്കിൻ്റെ മുകളിൽ എക്സ് ആണുള്ളത്. ആ എക്സിൻ്റെ മുകളിൽ ഒരു എക്സ് കൂടെ പുഷ് ചെയ്തു. അപ്പോൾ എക്സ് എക്സ് എന്ന് വരും. ക്ലിയർ? ക്ലിയർ ആണോ ഇത്? ഹരിനന്ദന, ഈ എക്സസ് എഴുതിയ മനസ്സിലായോ? ഹരിനന്ദന അവിടെ ഇല്ലേ? ഓക്കെ. ഇനി എത്ര എയർ ഇടുമ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, 2 എയർ ഇടുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഒരു എയർ ചെയ്തു, രണ്ടാമത്തെ എയർ ചെയ്തു. ഇനി എത്ര എയർ ചെയ്താലും ഈ സെയിം കോൺഫിഗറേഷൻ വർക്ക് ആവും ആണോ? വീണ്ടും എയർ ഇടുമ്പോൾ നമ്മൾ പുഷ് ചെയ്യുന്ന എക്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സിൻ്റെ മുകളിലാണ് എക്സ് വരിക അല്ലേ? അപ്പോൾ നമ്മൾ എത്ര എയർ ഇടുമ്പോഴും ഈ സ്റ്റെപ്പ് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ലൂപ്പായിട്ട് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണ്ട? സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? എഗെയിൻ ഒരു മൂന്നാമത് എ വരികയാണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും? എൻ്റെ നാലാമത്തെ സ്റ്റെപ്പ് ഞാൻ കിടക്കുന്ന സ്റ്റേറ്റ് എന്തായിരിക്കും? Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും. അവിടുന്ന് റീഡ് ചെയ്യുന്ന സിമ്പിൾ എന്തായിരിക്കും? എ ആയിരിക്കും. സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ എക്സ് ആയിരിക്കും. ദെൻ എവിടെ തന്നെയാണ് പോകുന്നത്? Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണ് പോകുന്നത്. ടോപ്പിലുള്ളത് എക്സ് ആണ്. എക്സിൻ്റെ മുകളിലാണ് എക്സ് പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് കമ്പയർ നോക്കി. രണ്ടും സെയിം അല്ലേ? 3ഉം 4ഉം സെയിം അല്ലേ എഴുതിയത്? ഒരു വ്യത്യാസമില്ലല്ലോ. അപ്പോൾ ഏൻ്റെ എത്ര എ വന്നാലും നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നെയാണ് വീണ്ടും 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 റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പം നാലാമത് എഗെയിൻ ഞാൻ എന്ത് ചെയ്യണ്ട? വീണ്ടും ആ സെയിം സാധനം എഴുതേണ്ട ആവശ്യമില്ല. ഈ മൂന്നാമത്തെ ട്രാൻസിഷൻ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? എനി നമ്പർ ഓഫ് എ റീഡ് ചെയ്യാം. ഓരോ എ റീഡ് ചെയ്യുമ്പോഴും സ്റ്റാക്കിലേക്ക് എക്സ് ഇങ്ങനെ പുഷായി വരുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ ഒക്കെ റീഡിന് ശേഷം പിന്നെ റീഡ് ചെയ്യേണ്ട ആര്യ? ബീനെയാണ്. ഓക്കെ, അപ്പോൾ ബീൻ്റെ കാര്യങ്ങളാണ് ഇനി എഴുതാൻ പോകുന്നത്. ഓക്കെ, ബീൻ്റെ കാര്യം എഴുതാൻ പോവാണ്. ഞാൻ എഴുതാണ് ഡെൽറ്റ ഓഫ് Q0, ബി. ഞാൻ കറന്റ് നിൽക്കുന്നത് Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അവിടുന്ന് ബി എന്ന് പറയുന്ന സിമ്പിൾ റീഡ് ചെയ്യുന്നു. സ്റ്റാക്ക് ടോപ്പിൽ ആരാളുള്ളത്? ബി റീഡ് ചെയ്യുമ്പോൾ എക്സ് തന്നെയായിരിക്കും അല്ലേ? എക്സ് തന്നെയായിരിക്കും. ഇനി എങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിൽ പറയണം. ഇനി അവിടെ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണേ. ഞാൻ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവാണ്. Q1 സ്റ്റേറ്റ് ചേഞ്ച് വരുത്തി. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പറയാം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പുതിയൊരു സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ചേഞ്ച് വരുത്തുക. ഓക്കെ, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പുതിയൊരു സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? പുതിയൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ കൊടുക്കുക. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ സ്റ്റേറ്റ് ചേഞ്ച് വരുത്തിയത്. ബി റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകുന്നു? Q0 നിൽക്കുന്നത് Q1 എന്ന് പറയുന്ന പുതിയൊരു സ്റ്റേറ്റിലേക്ക് ഞാൻ ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ബി റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ലോജിക്ക് പറഞ്ഞേ? എ റീഡ് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? പുഷും. ബി റീഡ് ചെയ്യുമ്പോൾ എന്താ നടക്കേണ്ടത്? നമുക്ക് പോപ്പും അല്ലേ? എ റീഡ് ചെയ്യുമ്പോഴൊക്കെ പുഷും ബി റീഡ് ചെയ്യുമ്പോഴൊക്കെ പോപ്പുമാണ് നടക്കേണ്ടത് അല്ലേ? ഇപ്പം എ റീഡ് ചെയ്യുമ്പോൾ ഞാൻ പുഷ് നടത്തി. ഇനി ബി ആണ് ഇപ്പോൾ റീഡ് ചെയ്തത്. ദാറ്റ് മീൻസ് ഞാൻ നടത്തേണ്ട ഓപ്പറേഷൻ എന്താണ്? പോപ്പ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പോപ്പ് ഓപ്പറേഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്തതായിട്ട്. അപ്പോൾ പോപ്പ് ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ എപ്സിലോൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പോപ്പ് ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഇവിടെ പോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുകയാണ്? നമ്മുടെ എപ്സിലോൺ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കണേ. എപ്സിലോൺ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോപ്പ് ഓപ്പറേഷനെയാണ്. റൈറ്റ് സൈഡിൽ എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോപ്പ് ഓപ്പറേഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ആ എക്സ് റീഡ് ചെയ്തു. എക്സ് ആണ് സ്റ്റാക്ക് ടോപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ എന്ത് നടന്നു? പോപ്പ് ഓപ്പറേഷൻ നടന്നു. ദാറ്റ് മീൻസ് ഈ എക്സ് എന്തായി? അവിടുന്ന് പോപ്പായി. ഓക്കെ, നമ്മൾ എടുത്ത സ്ട്രിങ് എന്താണ്? AABB ആണ്. AABBനെ ബേസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം 2 എ റീഡ് ചെയ്തപ്പോൾ നമ്മളിത് 2 എസ് പുഷ് ചെയ്തപ്പോൾ 2 എക്സ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബി റീഡ് ചെയ്യുന്ന കൂടി ഈ ഏറ്റവും മുകളിൽ എടുക്കുന്ന എക്സിനെ ഞാൻ എന്ത് ചെയ്തു? പുറത്തേക്ക് പോപ്പ് ചെയ്തു. അങ്ങനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സ്റ്റാക്കിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഒരു എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്
ഞാൻ ഇതിൻ്റെ മുകളിൽ എഴുതാം കേട്ടോ, ഇവിടെ സ്ഥലമില്ല. ബാക്കി കാര്യം അടുത്ത സ്റ്റെപ്പ് ഞാൻ മുകളിൽ എഴുതാൻ പോവാണ്. ദെൻ എൻ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഞാൻ മുകളിൽ എഴുതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കറൻറ്റ്ലി ഏത് സ്റ്റേറ്റിലാണ്, എങ്ങോട്ട് പോയിട്ടുണ്ട്, പോപ്പ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്, ഞാൻ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇനി ട്രാൻസിഷൻ എഴുതേണ്ടത് Q1-ൻ്റെ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഞാൻ എഴുതാണ് ഡെൽറ്റ ഓഫ് Q1ൽ നിന്ന് വീണ്ടും ബി റീഡ് ചെയ്യുകയാണെങ്കിൽ, Q1ൽ നിന്ന് വീണ്ടും ബി റീഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന കാര്യം അടുത്ത പറയാണ്ടത്. ഓക്കെ, Q1 ബി റീഡ് സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം സ്റ്റാക്ക് ടോപ്പിൽ ഇപ്പോൾ എന്താ അവസ്ഥ, സ്റ്റാക്ക് ടോപ്പിലുള്ളത് എന്താണ്, എക്സ് ആണ്. അതുകൊണ്ട് സ്റ്റാക്ക് ടോപ്പ് സിമ്പിൾ അവിടെ റെപ്രസെന്റ് ചെയ്തു. ഇനി ബി റീഡ് ചെയ്യുമ്പോൾ നടക്കേണ്ട ഓപ്പറേഷൻ എന്താണെന്ന് അറിയാം, നമുക്ക് പോപ്പ് ഓപ്പറേഷൻ ആണ് നടക്കേണ്ടതെന്ന് അറിയാം. ഞാൻ സെയിം സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്, Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അവിടെ നടക്കേണ്ട ഓപ്പറേഷൻ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയണം. ഓക്കെ, ഇനി അങ്ങനെ ഈ എക്സും കൂടെ അവിടെ നിന്ന് എന്ത് നടന്നിട്ടുണ്ടാവും, ഈ ഒരു ഫിഫ്ത്ത് ട്രാൻസിഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ് കൂടെ അവിടെ പോപ്പ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു എക്സ് കൂടെ അവിടെ നിന്ന് പോപ്പ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ മുകളിൽ ആരേ ഉള്ളൂ, സെറ്റ് നോട്ട് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പ്, സെയിം സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൻ്റെ എണ്ണം വീണ്ടും എന്റെ എണ്ണം എന്താണ്, ഒരു 6A ഉണ്ടെങ്കിൽ 6B പോപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അത് ഈ സ്റ്റെപ്പ് വെച്ച് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്, വീണ്ടും ബീനെ പോപ്പ് ചെയ്യാൻ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ബാക്കിയുള്ള ബിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, എന്നും ട്രാൻസിഷൻ എഴുതണ്ട. ഓക്കെ, ഇനി അങ്ങനെ എല്ലാ ബീസും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, സെറ്റ് നോട്ട് മാത്രമേ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്തുണ്ടാവും. എക്സ് ഒക്കെ പോപ്പായി പോയിട്ടുണ്ടാവും. പിന്നെ ആര് മാത്രമേ ഉണ്ടാവും, അവസാനം സെറ്റ് നോട്ട് മാത്രമേ ഉണ്ടാവും. ഓക്കെ, ആ കാര്യമാണ് അടുത്തതായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത്, ആ സിറ്റുവേഷനാണ് എഴുതാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതാണ് ഡെൽറ്റ ഓഫ് Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. കാരണം ബി റീഡുമ്പോൾ ഒക്കെ പോകുന്നത് നമ്മൾ Q1 തന്നെയാണ്, പുതിയ സ്റ്റേറ്റിലേക്കും പോകുന്നുണ്ടാവില്ല. അപ്പം Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടാവുക. Q1 എന്ന് എന്ത് റീഡ് ചെയ്യാണ്, ആപ്സിലോൺ റീഡ് ചെയ്യാണ്. ഓക്കെ, Q1ൽ നിന്ന് ആപ്സിലോൺ റീഡ് ചെയ്യണം. ശ്രദ്ധിക്കണം, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എപ്സിലോൺ വരുമ്പോൾ വ്യത്യാസമുണ്ട്. റൈറ്റ് സൈഡിൽ എപ്സിലോൺ വരുമ്പോൾ പോപ്പും, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്താ പറയുന്നത്, ഇൻപുട്ട് സിമ്പിൾ, റീഡ് ചെയ്യുന്ന സിമ്പിൾ എന്നുള്ള മീനിങ് ആണ് ഇപ്പോൾ കൊടുത്ത എക്സിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കൊടുത്ത ആപ്സിലോണിനുള്ളത്. ഓക്കെ, ഇപ്പോൾ Q1ൽ നിന്ന് ആപ്സിലോൺ റീഡ് ചെയ്യാണ്. ആപ്സിലോൺ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കണം, സെറ്റ് നോട്ട് ആയിരിക്കണം. ആപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ എന്തുള്ളത്, സെറ്റ് നോട്ട് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ചെയ്യുക, അങ്ങനെ സെറ്റ് നോട്ട് ഉള്ള സമയത്ത് എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, പോപ്പ് ഓപ്പറേഷൻ നടക്കണം. ഓക്കെ, സെയിം സ്റ്റേറ്റിൽ തന്നെ പോയിക്കൊണ്ട് എന്ത് നടക്കണം, പോപ്പ് ഓപ്പറേഷൻ നടക്കണം. പോപ്പ് ഓപ്പറേഷൻ നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം, എപ്സിലോൺ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം അല്ലേ. പോപ്പ് ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എപ്സിലോൺ ആണ് കൊടുക്കുക. അങ്ങനെ അവിടെ നിന്ന് എന്ത് പോപ്പാവും, നമ്മുടെ സെറ്റ് നോട്ടും പോപ്പാവും. സെറ്റ് നോട്ട് പോപ്പായി കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും, സ്റ്റാക്കിൻ്റെ അവസ്ഥ അവിടെ എന്തായിരിക്കും, എം ടി ആയിരിക്കും. അങ്ങനെ സ്റ്റാക്ക് എം ടി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി വന്നു എന്ന് പറയാം. ഓക്കെ, ഇത് ക്ലിയർ ആയോ, പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യണോ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഹലോ, പ്രണവേ, റിയ ഉണ്ടോ അവിടെ? റിയ ഇത് മനസ്സിലായോ? റിയ ഉണ്ടോ അവിടെ? ഇല്ല സർ. ഇല്ലേ, മനസ്സിലായില്ല. എവിടുന്ന മൊത്തം മനസ്സിലായില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെക്കാണ് ചെയ്തത്? മൊത്തം മനസ്സിലായില്ല. ഓക്കെ, എന്നാൽ മൊത്തം ഞാൻ ഒന്നുകൂടെ പറയാം, മൊത്തം ഞാൻ ക്ലിയർ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതായത് നമ്മൾ PDA ഡിസൈൻ ചെയ്യണം. L ഈസ് ഈക്വൽ ടു A റീസ് ടു N B റീസ് ടു N such that N greater than or equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് വെച്ചുകൊണ്ട് PDA ഡിസൈൻ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ചെയ്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് മെക്കാനിസം നമുക്കുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്
ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് മെക്കാനിസം. അതിനാണ് നമ്മൾ ലോക്കൽ മെക്കാനിസം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ മെക്കാനിസം നമ്മൾ പറഞ്ഞത് ആക്സെപ്റ്റൻസ് ബൈ യൂണിവേഴ്സൽ മെക്കാനിസം അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ലോജിക്ക് എന്താണ്, ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഓക്കെ, ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ അതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് നമുക്ക് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഒരു സ്റ്റാക്ക് എടുക്കുക, ഈ ഒരു സിംഗിൾ സ്റ്റാക്ക്, ഒരൊറ്റ സ്റ്റാക്കാണ് നമുക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞു പി ഡി എക്ക് അകത്ത് എന്താ ഉണ്ടാവുക, ടെമ്പററി മെമ്മറി ഉണ്ട്, അതെന്താണ് സ്റ്റാക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജിനെ സ്റ്റാക്ക് വെച്ച് സോൾവ് ചെയ്യാം? ഇവിടെ നമുക്ക് വേണ്ടത് ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി ആണ്. എ റീസ് ടു എൻ ബി റീസ് ടു എൻ. എത്രത്തോളം എ വരുന്നുണ്ടോ അത്രത്തോളം ബി വരണം. ഓക്കെ, അപ്പം സപ്പോസ് എയുടെ കൗണ്ട് 3 ആണെങ്കിൽ ബിയുടെ കൗണ്ട് എന്തായിരിക്കണം? 3 ആയിരിക്കണം. ഓക്കെ, അപ്പം ഞാനെന്താ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ലോജിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ റീഡ് ചെയ്യുമ്പോഴൊക്കെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു സിമ്പിളാണ്. ഈ സിമ്പിൾ എവിടെയാണ് ഉണ്ടാവുക? നമ്മളെ ഗാമ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗാമ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാക്കിൻ്റെ അകത്ത് ഉണ്ടാവുന്ന സ്റ്റാക്ക് സിമ്പിൾസിൻ്റെ ആണ് ഗാമ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗാമയ്ക്ക് അകത്ത് വരുന്ന ഒരു സിമ്പിളാണ് എന്ത്? നമ്മുടെ എക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് എ റീഡ് ചെയ്യുമ്പോഴൊക്കെ എന്ത് പുഷ് ചെയ്യുന്നു? എക്സ് പുഷ് ചെയ്യുന്നു സ്റ്റാക്കിലേക്ക്. ഇനി ബി റീഡ് ചെയ്യുമ്പോൾ ഞാൻ നടത്തുന്ന ഓപ്പറേഷൻ പോപ്പ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഈ ലോജിക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എ റീഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് എന്ത് പുഷ് ചെയ്യണം? എക്സിനെ പുഷ് ചെയ്യണം. അങ്ങനെ എക്സിനെ പുഷ് ചെയ്തു. ഇനി രണ്ടാമത്തെ എ റീഡ് ചെയ്യുമ്പോൾ എഗെയിൻ സ്റ്റാക്കിലേക്ക് ഞാൻ എന്ത് പുഷ് ചെയ്തു? എക്സ് പുഷ് ചെയ്തു. ഇനി മൂന്നാമത്തെ എ റീഡ് ചെയ്യുമ്പോൾ എഗെയിൻ എന്ത് ചെയ്തു? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇനി വരുന്ന ആരാ? അടുത്ത സിമ്പിൾ ബി ആണ്. അടുത്ത റീഡ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ബി ആണ്. ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കണം എന്ന് നമ്മൾ പറഞ്ഞേ? പോപ്പ് ഓപ്പറേഷൻ നടക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ബി റീഡ് ചെയ്യുമ്പോൾ ഞാൻ എന്തിനെ പോപ്പ് ചെയ്യും? ഈ എക്സിനെ അവിടുന്ന് പോപ്പ് ചെയ്യും. ഏറ്റവും മുകളിൽ കിടക്കുന്ന എക്സിനെ ഞാൻ എന്ത് അവിടുന്ന് പോപ്പ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത റീഡ് ചെയ്യുന്നത് എന്താ? രണ്ടാമത് റീഡ് ചെയ്യുന്നത് ബി ആണ്. ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? പോപ്പ് ഓപ്പറേഷൻ. അപ്പം ഈ ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ഈ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന എക്സ് പോപ്പ് ആവും. അപ്പോൾ നമുക്ക് സ്റ്റാക്കിൻ്റെ ടോപ്പിനെ പോപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾ സ്റ്റാക്ക് എന്താണെന്ന് പഠിച്ചതാണ്. സ്റ്റാക്കിൻ്റെ മുകളിൽ പോപ്പ് ഓപ്പറേഷൻ നടക്കുകയെന്ന് വെച്ചാൽ സ്റ്റാക്ക് ടോപ്പിലെ സിമ്പിളിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ബി റീഡ് ചെയ്യാണ്. ലാസ്റ്റ് ബി റീഡ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ പോപ്പ് ഓപ്പറേഷൻ നടക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് സ്റ്റാക്കിൻ്റെ അവസ്ഥ എന്താ? ഇപ്പം സ്റ്റാക്കിൻ്റെ നേച്ചർ എന്താ? സ്റ്റാക്ക് എന്താണ്? ഇപ്പം എം ടി ആണ്. അങ്ങനെ സ്റ്റാക്ക് എം ടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി വന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബിൻ്റെ കൗണ്ട് നമ്മൾ എങ്ങനെ ട്രാക്ക് ചെയ്ത് വെച്ചേ? ഒരു മാച്ചിങ് അവിടെ നടത്തിയിട്ടുണ്ട്. എ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ എക്സ് പുഷ് ചെയ്യുന്നുണ്ട്, ബി റീഡ് ചെയ്യുമ്പോൾ പോപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മാച്ചിങ് നടത്തിയത്. അപ്പോൾ എൻ്റെ കൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ബി റീഡ് ചെയ്യുമ്പോൾ പോപ്പ് ചെയ്ത് പോയി. അങ്ങനെ ലാസ്റ്റ് ബി റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിൻ്റെ അവസ്ഥ എം ടി ആണെങ്കിൽ നമുക്ക് എന്ത് വന്നെന്ന് പറയാം? എത്രത്തോളം എ വന്നിട്ടുണ്ടായിരുന്നോ അത്രത്തോളം ബി വന്നിട്ടുണ്ടായിരുന്നു പറയും. ഈ ഒരു ലോജിക്കിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മളിപ്പോൾ നേരത്തെ ട്രാൻസിഷൻ ഫോമിൽ എഴുതി കാണിച്ചത്. ഓക്കെ, അതൊന്നുകൂടെ ഞാൻ എഴുതാം. നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റാക്ക് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ അകത്ത് ഇനി സ്റ്റാക്ക് ടോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കൊരു സിമ്പിൾ ഉണ്ടാവും, സെറ്റ് നോട്ട്. ഇത് നമ്മൾ പി ഡി എൻ്റെ ഫോർമൽ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ സെറ്റ് നോട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നമ്മളൊന്നും പുഷും പോപ്പും ഒന്നും ചെയ്യുന്നില്ല. നോർമലി അവിടെ എന്തുണ്ടാവും? ഈ സെറ്റ് നോട്ട് എന്ന് പറയുന്ന സിമ്പിൾ സ്റ്റാക്കിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രിങ്ങുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം എന്നിൻ്റെ വാല്യൂ എന്താ പറഞ്ഞത്? 0യോ അതിന് മുകളിലോ വരാമെന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ 0 എടുത്തു കഴിഞ്ഞാൽ എ റീസ് ടു 0 ബി റീസ് ടു 0 എന്ന് വരും. അതായത് നമുക്ക് അവിടെ ഏത് സ്ട്രിങ് കിട്ടും? ആപ്സിലോൺ എന്ന് പറയുന്ന സ്ട്രിങ് കിട്ടും. ഓക്കെ, ഇനി എൻ്റെ വാല്യൂ 1 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ റീസ് ടു 1 ബി റീസ് ടു 1. ദാറ്റ് മീൻസ് എ ബി എന്ന് പറയുന്ന സ്ട്രിങ് നമുക്ക് അവിടെ കിട്ടും. ഇനി എൻ്റെ വാല്യൂ ഞാൻ 2 ആക്കുകയാണ്. 2 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ 2 ആയി കഴിഞ്ഞാൽ നമുക്ക് എ ബി ബി എന്ന് പറയുന്ന സ്ട്രിങ് കിട്ടും. ഇനി എന്നിൻ്റെ വാല്യൂ 3 ആക്കി കഴിഞ്ഞാൽ ട്രിപ്പിൾ എ ട്രിപ്പിൾ ബി എന്ന് പറയുന്ന സ്ട്രിങ് കിട്ടും.
ഇത്തരം സ്ട്രിങ്ങുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളെ പി ഡി എൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പി ഡി എൻ്റെ അകത്ത് ആക്സെപ്റ്റ് ആവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റൊക്കെ വരക്കുന്ന സമയത്ത് ഒരു ലാംഗ്വേജ് തന്നിട്ട് ഫൈനൈറ്റ് ഓട്ടോമാറ്റ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ആ ലാംഗ്വേജ് വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിമം സ്ട്രിങ് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുക. സിമിലർലി ഇവിടെയും നമ്മൾ ആ ഒരു മാനറാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്ക് ഏതാ, ഈ ആപ്സിലോൺ ആണ്. അപ്പോൾ ആപ്സിലോണെ ആക്സെപ്റ്റ് ചെയ്യിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ തുടങ്ങാൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ട്രാൻസിഷൻ ചെയ്താണ് ഡെൽറ്റ ഓഫ്. നമ്മളിങ്ങനെ ചെയ്താൽ ട്രാൻസിഷൻ ചെയ്താൽ നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിളാണ്. ഓക്കെ, ഡെൽറ്റ ഓഫ് ഞാൻ ഇതാണ്. നമ്മൾ ഇനീഷ്യലി കിടക്കുന്ന സ്റ്റേറ്റ് എന്തായിരിക്കും, Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആയിരിക്കും. Q0 നിന്ന് എന്ത് റീഡ് ചെയ്യാണ്, ആപ്സിലോൺ റീഡ് ചെയ്യാണ്. ഓക്കെ, Q0 നിന്ന് ആപ്സിലോൺ റീഡ് ചെയ്യുന്ന കാണിക്കാൻ Q0 കോമ ആപ്സിലോൺ കൊടുത്തു. ഇനി എഗെയിൻ കോമ ഇടണം. നമ്മൾ മൂന്നാമതൊരു കാര്യം പറയണം. മൂന്നാമത് പറയേണ്ട കാര്യം സ്റ്റാർട്ട് ടോപ്പിലുള്ള സിമ്പിളാണ്. കറന്റ്ലി സ്റ്റാർട്ട് ടോപ്പിലെ സിമ്പിൾ എന്താണ്, അതാണ് മൂന്നാമത് പറയുക. ഫസ്റ്റ് പറയുന്നത് നമ്മൾ കിടക്കുന്ന കറണ്ട് സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലാണുള്ളത് അതാണ് ആദ്യം പറയുക. രണ്ടാമത് പറയുന്നത് ആ സ്റ്റേറ്റിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഇൻപുട്ട് സിമ്പിൾ ആയിരിക്കും. മൂന്നാമത് പറയുന്ന കാര്യം എന്തായിരിക്കും, നമ്മുടെ കറണ്ട് സ്റ്റാർട്ട് ടോപ്പിൻ്റെ അവസ്ഥ എന്താണ്, കറണ്ട് സ്റ്റാർട്ട് ടോപ്പിലുള്ള സിമ്പിൾ എന്താണ്, അതാണ് മൂന്നാമത് പറയേണ്ടത്. ഓക്കെ, 3 കാര്യങ്ങൾ നമ്മളിവിടെ പറയണം. കറണ്ട് സ്റ്റേറ്റ്, രണ്ടാമത് ഏത് ഇൻപുട്ട് സിമ്പിൾ ആണോ റീഡ് ചെയ്യുന്നത് അത്, മൂന്നാമത് പറയേണ്ടത് കറണ്ട് സ്റ്റാർട്ട് ടോപ്പ്. ഓക്കെ, കറണ്ട് സ്റ്റാർട്ട് ടോപ്പിൻ്റെ അവസ്ഥ നമുക്കറിയാം. സ്റ്റാർട്ട് ടോപ്പിലുള്ളത് എന്താണ്, സെറ്റ് നോട്ട് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സെറ്റ് നോട്ട് എഴുതിയത്. ഇത് മനസ്സിലായി ഈ സാധനം അറിയാ, ഈ ഒരു ഓർഡർ മൈൻഡിൽ സെറ്റ് ആയോ? ഫസ്റ്റ് പറയുന്നത് കറണ്ട് സ്റ്റേറ്റും, രണ്ടാമത് പറയുന്ന ആ സ്റ്റേറ്റിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഇൻപുട്ട് സിമ്പിളും, മൂന്നാമത് പറയുന്ന കാര്യം കറണ്ട് സ്റ്റാർട്ട് ടോപ്പിന്റെ അവസ്ഥ എന്താണ്, സ്റ്റാർട്ട് ടോപ്പിലുള്ള സിമ്പിൾ എന്താണ്, ഈ കാര്യമായിരിക്കും. ഈ ഓർഡർ മൈൻഡിൽ സെറ്റ് ആയോ? റിയ അവിടെ ഉണ്ടോ? റിയക്ക് വേണ്ടിയിട്ട് അത് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസിഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി ട്രാൻസിഷൻ പറയാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു നൊട്ടേഷൻ എടുക്കും. ദെൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പറയേണ്ടത്. Q0 നിന്ന് ആപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് തന്നെ പോവാണ്, Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ പോവാണ്. അപ്പോൾ Q0 നമ്മൾ കൊടുക്കണം. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന സ്റ്റേറ്റ് എന്തായിരിക്കും, പോകുന്ന സ്റ്റേറ്റ് നമ്മളെ ഡെസ്റ്റിനേഷൻ ആണ് ആദ്യം പറയുന്നത്. നമ്മളെ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ആദ്യം പറയുക. ഓക്കെ, അപ്പോൾ Q0 എന്ന് ആപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ Q0 തന്നെ കൊടുക്കുകയാണ്. ദെൻ ഇവിടെ ഒരു ആപ്സിലോൺ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ആപ്സിലോൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ സ്റ്റേറ്റിന് ശേഷം ഞാൻ ഒരു ആപ്സിലോൺ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പോപ്പ് ഓപ്പറേഷൻ ആണെന്നാണ്. ഓക്കെ, റൈറ്റ് സൈഡിലാണ് ആപ്സിലോൺ വരുമ്പോൾ ശ്രദ്ധിക്കണേ, റൈറ്റ് സൈഡിൽ സ്റ്റേറ്റിൻ്റെ കൂടെ ആപ്സിലോൺ വരുമ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ പോപ്പ് ഓപ്പറേഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ആപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ടോപ്പിൻ്റെ അവസ്ഥ സെറ്റ് നോട്ടാണ്. അപ്പോൾ സെറ്റ് നോട്ട് റീഡ് ചെയ്യുന്ന അങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് തന്നെ പോവാണ്, Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് തന്നെ പോവാണ്. എന്ത് ഓപ്പറേഷൻ നടക്കുന്നു, പോപ്പ് ഓപ്പറേഷൻ നടക്കുന്നു. അപ്പോൾ അങ്ങനെ പോപ്പ് ഓപ്പറേഷൻ നടക്കാൻ മീൻസ് ഇവിടുന്ന് സെറ്റ് നോട്ടിനെയാണ് പോപ്പ് ചെയ്യേണ്ടത് അല്ലേ. സ്റ്റാർട്ട് ടോപ്പ് എന്നാൽ പോപ്പിംഗ് നടക്കുക. അപ്പോൾ സെറ്റ് നോട്ടാണ് പോപ്പ് ചെയ്യുക. അങ്ങനെ സെറ്റ് നോട്ട് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ നേച്ചർ എന്തായിരിക്കും, സ്റ്റാക്ക് എന്തായിരിക്കും ഇവിടെ എം ടി ആയിരിക്കും. അങ്ങനെ സ്റ്റാക്ക് എം ടി ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ ചെയ്യുന്നത് ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണ്. സ്റ്റാക്ക് എം ടി ആകുമ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ആക്സെപ്റ്റ് ആയി എന്ന് പറയാം, നമ്മുടെ ഈ ഒരു നൾ സ്ട്രിങ് ആക്സെപ്റ്റ് ആയി എന്ന് പറയാം. ക്ലിയർ? ഇതിനെ ആക്സെപ്റ്റ് ചെയ്താൽ ക്ലിയർ ആയോ? നൾ സ്ട്രിങ്ങിനെ നൾ സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് അയച്ചാൽ മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യം എന്താ, നമുക്ക് ഇനി വരാനുള്ള പോസിബിലിറ്റി എന്താ, എ ബി എന്ന് പറയുന്ന സ്ട്രിങ് വരാം, എ ബി ബി എന്ന് പറയുന്ന സ്ട്രിങ് വരാം, ട്രിപ്പിൾ എ ട്രിപ്പിൾ ബി, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കിടക്കുന്ന സ്റ്റേറ്റ് ഏതാ, കറണ്ട് സ്റ്റേറ്റ് ഏതാ, Q0 തന്നെയാണ് നമ്മളുള്ളത്. പുതിയ സ്റ്റേറ്റിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല അല്ലേ. റൈറ്റ് സൈഡിലാണ് നമ്മൾ പോയ സ്റ്റേറ്റ് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ കിടക്കുന്നത് ഇപ്പോൾ എവിടെ തന്നെയാണ്, Q0 തന്നെയാണ്. എവിടെയാണ് കിടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ റൈറ്റ് സൈഡിലെ സ്റ്റേറ്റ് ഏതാ നോക്കിയാണ്. അപ്പോൾ നമ്മൾ കറന്റ് കിടക്കുന്നത് Q0 തന്നെയാണ്. Q0 എന്ത് റീഡ് ചെയ്യാണ്, എ റീഡ് ചെയ്യാണ്. Q0 എ റീഡ് ചെയ്യാണ്. Q0 എ റീഡ് ചെയ്യുന്ന സമയത്ത് അതായത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്തുണ്ടോ, സെറ്റ് നോട്ട് ഉണ്ടാവും. ഈ ഒരു കാര്യം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത പോസിബിലിറ്റീസാണ് നമ്മൾ താഴെ എഴുതി പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് വരാനുള്ള പോസിബിലിറ്റീസാണ് 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ രണ്ടാമത്തെ ട്രാൻസിഷൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്താണ് ക്യൂസ് റോയിൽ നിന്ന് എ റീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, എപ്സിലോൺ അല്ലെങ്കിൽ എ റീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എ റീഡിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ടോപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആദ്യം തന്നെ എ റീഡ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് നോട്ട് അവിടെ ഓൾറെഡി ഉണ്ടാവും, നമുക്കറിയാം. സെറ്റ് നോട്ട് ആയിരിക്കും സ്റ്റാർട്ട് ടോപ്പിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ സെറ്റ് നോട്ട് ഉള്ള സമയത്ത് നമ്മൾ എങ്ങോട്ട് പോകണം? ക്യൂസ് റോയിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ ക്യൂസ് റോയിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ ക്യൂസ് റോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. ക്യൂസ് റോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ റീഡ് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? പുഷ് ഓപ്പറേഷൻ നടക്കണം. ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കണം? പോപ്പ് ഓപ്പറേഷൻ നടക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലോജിക്ക്. ഓക്കെ, അപ്പം എ റീഡിന്റെ സമയത്ത് നടക്കേണ്ടത് പുഷ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, പുഷ് ഓപ്പറേഷൻ ഇൻഡിക്കേറ്ററിന് വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതുക, സെറ്റ് നോട്ട് ഓൾറെഡി അവിടെ ഉണ്ട്, സെറ്റ് നോട്ടിന്റെ മുകളിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ പുഷ് ഓപ്പറേഷൻ നടക്കേണ്ടത്. അപ്പോൾ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഗാമയ്ക്കകത്തുള്ള സിമ്പിൾ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു എക്സ് എടുത്തു. എക്സ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം എ തന്നെ പുഷ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് പുഷ് ചെയ്യാണ്? സെറ്റ് സീറോൻ്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തു. അതിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ്? സെറ്റ് സീറോൻ്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് സീറോൻ്റെ ലെഫ്റ്റിലാണ് നമ്മൾ എക്സ് എഴുതുക. ഓക്കെ, അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സെറ്റ് സീറോൻ്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം എന്താണ്? ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടതെന്ന് വെച്ചോ, Q1, BX. ഇതിന്റെ മീനിങ് എന്താ? സ്റ്റാർട്ട് ടോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്നത് ടോപ്പിലുള്ളത് ബി ആയിരുന്നു, ബിന്റെ മുകളിൽ എന്ത് പുഷ് ചെയ്തു? എക്സ് പുഷ് ചെയ്തു. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഒരു പൊസിഷൻ മൈൻഡിൽ സെറ്റ് ആവണം. ഓക്കെ, അപ്പോൾ സെറ്റ് നോട്ടിന്റെ മുകളിൽ എക്സ് പുഷ് ചെയ്യുന്ന അതിന്റെ മീനിങ്. എ റീഡ് ചെയ്യുമ്പോഴേക്ക് എന്ത് പുഷ് ചെയ്യും? നമ്മൾ പുഷ് ഓപ്പറേഷൻ നടക്കുകയാണ്. പുഷ് ചെയ്യുന്ന സിമ്പിളാണ് എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് പുഷ് ചെയ്തു. ഇനി അങ്ങനെ ഫസ്റ്റ് എ റീഡ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അടുത്ത് ചെയ്യുന്ന കാര്യം, ആദ്യത്തെ ഒരു എ മാത്രമല്ല വരിക, എഗെയിൻ എ വരാം അല്ലേ? എനി നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ അത്രത്തോളം ബിയും വരണം. എത്രത്തോളം എ വന്നോ അത്രത്തോളം ബി വരണം. അപ്പോൾ ആദ്യത്തെ ഒരൊറ്റ എ റീഡ് ചെയ്യുന്ന കേസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും എ റീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അതുകൂടെ നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ എ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറൻലി കിടക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ക്യൂസ് റോ തന്നെയാണ്. ക്യൂസ് റോയിൽ നിന്ന് എ റീഡ് ചെയ്യുന്നു. ബട്ട് സ്റ്റാർട്ട് ടോപ്പിൽ ഇപ്പോൾ എന്താ ഉള്ളത്? എക്സ് ഞാൻ ഇവിടെ പുഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ് പുഷ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ടോപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എ റീഡ് ചെയ്യുമ്പോൾ എക്സ് പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ടോപ്പിൻ്റെ അകത്തുള്ളത് സിമ്പിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് എന്ന് കൊടുത്തു. ദെൻ അങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യൂസ് റോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ പോവാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എക്സ് ആണ് സ്റ്റാർട്ട് ടോപ്പിൽ, എക്സിൻ്റെ മുകളിലാണ് അല്ലേ? ഇവിടെ എക്സ് ഓൾറെഡി സ്റ്റാർട്ട് ടോപ്പിലുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മൾ വീണ്ടും എക്സ് പുഷ് ചെയ്യുന്നത്. എ റീഡ് ചെയ്യുമ്പോൾ എക്സ് പുഷ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എക്സ് ഓൾറെഡി ഉണ്ട്, എക്സിൻ്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തെന്ന് കാണിക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എക്സ് എന്ന് എഴുതേണ്ടി വരും. പറഞ്ഞാൽ മനസ്സിലായോ? എക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഹലോ, പ്രിയ, ഇത് എക്സസ് വന്ന് മനസ്സിലായോ? 2x എങ്ങനെ വന്നു എന്നുള്ളത്? പ്രിയ പോയോ? ഹലോ ഹലോ അനന്തു, ഇത് മനസ്സിലാടാ 2x വന്നെങ്ങനെയാന്ന്? ഇല്ല, ഇത് മനസ്സിലായോ? സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ എന്താ ചെയ്ത? ഇവിടെ സെറ്റ് നോട്ടിന്റെ മുകളിലാണ് എക്സ് പുഷ് ചെയ്തത്. അതല്ല എന്റെ മീനിങ്. സെറ്റ് നോട്ട് ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ എക്സ് പുഷ് ചെയ്ത് അല്ലേ? അതല്ല ഇവിടെ ഇത് കാണുമ്പോൾ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കി. സെറ്റ് നോട്ടിന്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തു. എക്സ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ടോപ്പിൽ എന്താ ഉള്ളത്? ആദ്യം ഉണ്ടായിരുന്നത് സെറ്റ് നോട്ട് ആണ്. സെറ്റ് നോട്ടിന്റെ മുകളിലാണ് എക്സ് പുഷ് ചെയ്തത്. അതാണ് രണ്ടാമത്തെ കോൺഫിഗറേഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് നോട്ടിന്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്താ എപ്പോൾ ചെയ്യുന്നത്? ആദ്യത്തെ എ റീഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ സ്ട്രിങ് AABB ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ AABB ആകുന്ന സമയത്ത് നമ്മൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക, രണ്ടാമത്തെ കോൺഫിഗറേഷൻ നോക്കുക. ക്യൂസ് റോയിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ എന്താണ്? സ്റ്റാർട്ട് ടോപ്പിൽ സെറ്റ് നോട്ട് ഉള്ളത്. ക്യൂസ് റോയിൽ നിന്ന് എ റീഡ് ചെയ്യാണ്. ക്യൂസ് റോയിൽ നിന്ന് ഫസ്റ്റ് സിമ്പിളായ എ റീഡ് ചെയ്യുന്നു. എ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ടോപ്പിൽ എന്താ ഉള്ളത്? സെറ്റ് നോട്ട് ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? സെറ്റ് നോട്ട് ഇട്ടത്. സ്റ്റാർട്ട് ടോപ്പാണ് നമ്മൾ ഇവിടെ പറയാം. ഇനി എങ്ങോട്ടാ പോകുന്നത്? ക്യൂസ് റോ തന്നെയാണ് പോകുന്നത്. എ റീഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കണം എന്നാണ് പറഞ്ഞത്? പുഷ് ഓപ്പറേഷൻ നടക്കണം എന്നാണ് പറഞ്ഞത്. പുഷ് ഓപ്പറേഷൻ നടക്കുന്ന ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ എഴുതുക? സ്റ്റാർട്ട് ടോപ്പിലുള്ള സിമ്പലിന്റെ ലെഫ്റ്റിൽ
സ്റ്റാക്ക് ടോപ്പിലുള്ള സിമ്പിൾ സെറ്റ് 0 ആയതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റിൽ നമ്മൾ പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിമ്പിൾ എഴുതണം. സെറ്റ് 0ൻ്റെ ലെഫ്റ്റിൽ ഞാൻ എന്ത് എഴുതണം? പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് എക്സ് ആണ്. ഞാൻ എ റീഡ് ചെയ്യുമ്പോഴൊക്കെ എക്സ് പുഷ് ചെയ്യുന്നു, ആ ഒരു തരത്തിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ് പുഷ് ചെയ്യുന്നു കാണിക്കാൻ സെറ്റ് 0ൻ്റെ ലെഫ്റ്റിൽ ഞാൻ എക്സ് എഴുതി. ഓക്കെ, അപ്പോൾ എ റീഡ് ചെയ്യുമ്പോൾ എക്സ് പുഷ് ചെയ്യുകൊണ്ട് സ്റ്റാക്കിൻ്റെ അകത്ത് ഞാൻ പിക്ചറിൽ എന്ത് വരച്ചു? എക്സ് എന്ന് എഴുതി. എ റീഡ് ചെയ്യുമ്പോൾ എക്സ് പുഷ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തെ എ റീഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എക്ക് വേണ്ടി എൻ്റെ റീഡ് ചെയ്യുന്ന ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൂന്നാമത്തെ കോൺഫിഗറേഷൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അവിടെ നോക്കിയാൽ നമ്മൾ കറൻലി എടുക്കുക Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെയാണ്, പുതിയ സ്റ്റേറ്റിലേക്കൊന്നും പോയിട്ടില്ല. അവിടെ നിന്ന് എന്ത് റീഡ് ചെയ്യാണ്? വീണ്ടും എ റീഡ് ചെയ്യാണ്. എ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ എന്താ? ഓൾറെഡി നേരത്തെ ഒരു എ റീഡ് ചെയ്തുകൊണ്ട് അവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ് എന്ന് എഴുതി. ഇനി അങ്ങനെ എ റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകുന്നു? സെയിം സ്റ്റേറ്റിലേക്ക് തന്നെ പോവാണ്, Q0 തന്നെ പോവാണ്. ഇനി ഇവിടെ പുഷ് ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ശ്രദ്ധിക്കണേ, പുഷ് ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഓൾറെഡി ഉള്ള സിമ്പിൾ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്തുള്ളത് എക്സ് ആണ്, ഏറ്റവും മുകളിൽ കിടക്കുന്ന എക്സ് ആണ്. നേരത്തെ എക്സ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സിൻ്റെ മുകളിലാണ് ഞാൻ വീണ്ടും എക്സ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പം ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു എക്സ് വന്നു. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ മുകളിൽ ഇതാണ് എക്സ്, നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന സിമ്പിൾ ഇതാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു എക്സ് പുഷ് ചെയ്തു. എക്സിൻ്റെ മുകളിലേക്ക് എക്സ് പുഷ് ചെയ്തു, അതുകൊണ്ടാണ് അവിടെ എക്സ് എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ എ റീഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മളവിടെ എക്സ് പുഷ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ട കാര്യം, മൂന്നാമത്തെ സ്റ്റെപ്പ് കോൺഫിഗറേഷൻ പറഞ്ഞു. ഇനി വീണ്ടും ഒരു എ ഉണ്ട് എന്ന് വെച്ചോ. സ്ട്രിങ് AABB അല്ല, പകരം AABB ആണെന്ന് വെച്ചോ. നമുക്കറിയാം എ റീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എ റീഡ് ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ കോൺഫിഗറേഷൻ വർക്കാവും, രണ്ടാമത്തെ എ റീഡ് ചെയ്യുമ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് വർക്കാവും. ഇനി മൂന്നാമത് വീണ്ടും ഒരു എ റീഡ് ചെയ്യാന്ന് വെച്ചോ. മൂന്നാമത് വീണ്ടും എ റീഡ് ചെയ്യാം. എ റീഡ് ചെയ്യുന്ന സമയത്ത് ഈ സെയിം കോൺഫിഗറേഷൻ അവിടെ വർക്കാവും അല്ലേ? എ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ എക്സ് പുഷ് ആവും, അതല്ല സംഭവിക്കും. ഇപ്പോൾ സപ്പോസ് മൂന്നാമത്തെ എൻ്റെ ട്രാൻസിഷൻ എഴുതണമെങ്കിൽ ഞാനിങ്ങനെ എഴുതും, ഡെൽറ്റ ഓഫ് Q0 തന്നെയാണ് ഉണ്ടാവുക. എ റീഡ് ചെയ്യാണ്. എ റീഡിൻ്റെ സമയത്ത് സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക? എക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ എക്സ് ഉണ്ടാകുന്ന സമയത്ത് Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ പോവാണ്. സ്റ്റാക്ക് ടോപ്പിൻ്റെ മുകളിൽ എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ മുകളിൽ വീണ്ടും എക്സ് പുഷ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ മൂന്നാമത്തെ കോൺഫിഗറേഷൻ നാലാമത്തെ കോൺഫിഗറേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, സെയിം അല്ലേ? ഒരു വ്യത്യാസമില്ലല്ലോ. അപ്പോൾ എത്ര നമ്പർ ഓഫ് എ വരുമ്പോഴും ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യിക്കാം. അതുകൊണ്ട് എഗെയിൻ എന്ത് ചെയ്യണ്ട? നമ്മൾ വീണ്ടും ഇത് എഴുതണ്ട. ഇനി നമ്മൾ ബീൻ്റെ കാര്യം മാത്രം എത്ര നമ്പർ ഓഫ് എയും ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ച് വർക്കാവും. ഇനി നമ്മൾ പറയേണ്ട കാര്യം, ബി വരുമ്പോൾ എ ഒക്കെ റീഡ് ചെയ്ത് പിന്നെ ബി വരാൻ തുടങ്ങുമ്പോൾ എന്ത് കാര്യം സംഭവിക്കണം, എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസിഷൻ വേണ്ടത്, അതാണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ആ കാര്യമാണ് നാലാമത്തെ സ്റ്റെപ്പിലാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെയാണ് ഉണ്ടാവുക. എത്ര എ റീഡ് ചെയ്താലും Q0 തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് ഞാൻ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെ ഉണ്ടാവുക. അവിടെ നിന്ന് എന്ത് റീഡ് ചെയ്യാണ്? ബി റീഡ് ചെയ്യാണ്. Q0യിൽ നിന്ന് ബി റീഡ് ചെയ്യുന്നു. ബി ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ എന്തുണ്ടാവും? ബി അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എന്തുണ്ടാവും? എക്സ് ഉണ്ടാവും അല്ലേ? എ കാരണം പുഷായി വന്നിട്ടുള്ള എക്സ് ആയിരിക്കും സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? Q0, B, X എന്ന് കൊടുത്തു. അങ്ങനെ ബി റീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഓപ്പറേഷൻ നടക്കേണ്ടത്? നമ്മൾ പറഞ്ഞു എ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് നടക്കുന്നത് പുഷ് ഓപ്പറേഷനും ബി റീഡ് ചെയ്യുമ്പോൾ നമുക്ക് നടക്കുന്നത് പോപ്പ് ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ബി റീഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് നടക്കണം? പോപ്പ് ഓപ്പറേഷൻ നടക്കണം. അത് കൂടാതെ എനിക്ക് എന്ത് വരുത്തണം? ഒരു സ്റ്റേറ്റ് ചേഞ്ച് കൂടെ വരുത്തണം. ഓക്കെ, ഞാൻ Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ്. അത് എന്തിനുകൊണ്ട് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു സിമ്പിൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഇതുവരെ റീഡ് ചെയ്യാത്ത, അപ്പം ഫസ്റ്റ് സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ നോ പ്രോബ്ലം. അഗെയിൻ പുതിയൊരു സിമ്പിൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്താൽ അവിടെ ഒരുപാട് ഇഷ്യൂസ് വരും. എന്താണ് ഇഷ്യൂ ഞാൻ ഫൈനലി പറഞ്ഞുതരാം. അപ്പം Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോവാണ്. Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ പോവാണ്. Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് എന്ത് നടക്കണം? അവിടെ ബി റീഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു പോപ്പ് ഓപ്പറേഷനാണ് നടക്കേണ്ടത്. പോപ്പ് ഓപ്പറേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മുടെ എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിളാണ് അല്ലേ? അതല്ല ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ എപ്സിലോൺ കൊടുത്തപ്പോൾ പോപ്പ് ഓപ്പറേഷനുള്ള മീനിങ് ആണ്. അപ്പം ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് നടന്നു? പോപ്പ് ഓപ്പറേഷൻ നടന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് Q1, എപ്സിലോൺ എന്ന് കൊടുത്തത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ഏതാണ്? അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് മുകളിൽ ചെയ്തു. അഞ്ചാമത്തെ സ്റ്റെപ്പ്, അതായത് നമ്മൾ സ്ട്രിങ് ഇങ്ങനെ എടുത്ത് AABB ഇതാണ് സ്ട്രിങ് എങ്കിൽ
എ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ പുഷ് ചെയ്തിട്ടുണ്ടാവും. ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫസ്റ്റ് ബി റീഡ് ചെയ്യുമ്പോൾ പോപ്പ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് ബി റീഡ് ചെയ്യുമ്പോൾ ഇതാണ് ഫസ്റ്റ് ബി റീഡ് ചെയ്യുമ്പോൾ പോപ്പ് ഓപ്പറേഷൻ ആണ്. പോപ്പ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ എക്സ് അവിടെ എന്തായി പോയിട്ടുണ്ടാവും? പുറത്തേക്ക് പോയിട്ടുണ്ടാവും, പോപ്പായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ എക്സ് അവിടെ ഉണ്ടാവില്ല. പിന്നെ സ്റ്റാക്ക് ടോപ്പിൽ ആരേ ഉണ്ടാവുള്ളൂ? ഒരു എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എ എ ബി ബി ആണ് സ്ട്രിങ് എങ്കിൽ. ഓക്കെ, ദെൻ ഇനി നമുക്ക് നടക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ കറന്റ് കിടക്കുന്നത് പുതിയ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്? Q1 ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതണം? ഡെൽറ്റ ഓഫ് Q1 എന്ന് എഴുതണം. അതാ പറഞ്ഞത് കറണ്ട് സ്റ്റേറ്റ് ആണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും എന്ത് റീഡ് ചെയ്യാണ്? ബി റീഡ് ചെയ്യാണ്. ബി റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉള്ളത്? എക്സ് തന്നെയാണ്. അപ്പൊ എക്സ് ഇട്ടു. ഓക്കെ, എക്സ് ഇട്ടു. സ്റ്റാക്ക് ടോപ്പിന്റെ അവസ്ഥ കാണിക്കാനും നമ്മളിപ്പോൾ മൂന്നാമത്തെ ഈ ഒരു പൊസിഷനിൽ സ്റ്റാക്ക് ടോപ്പിന്റെ കറന്റ് സ്റ്റാക്ക് ടോപ്പ് സിമ്പിൾ ആണ് പറയാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബി റീഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കേണ്ടത്? നമ്മൾ പറഞ്ഞു ബി റീഡ് ചെയ്യുമ്പോൾ പോപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെ തുടരുകയാണ്. എന്നിട്ട് എന്ത് നടക്കുകയാണ്? പോപ്പ് ഓപ്പറേഷൻ നടത്തുകയാണ്. ഓക്കെ, അങ്ങനെ പോപ്പ് ഓപ്പറേഷൻ നടത്തുക. ഈ ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ഈ പോപ്പ് ഓപ്പറേഷൻ നടക്കും. അങ്ങനെ പോപ്പ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ ഇപ്പോൾ എന്താ ഉള്ളത്? സ്റ്റാക്ക് ടോപ്പിൽ കറന്റ് ഉള്ളത് പോപ്പ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ സെറ്റ് നോട്ട് മാത്രമാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്താണ് ആറാമത്തെ സ്റ്റെപ്പ്. ഇനി അതിന് മുന്നേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് എനി നമ്പർ ഓഫ് ബീസിന പോപ്പ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എനി നമ്പർ ഓഫ് എസിന പുഷ് ചെയ്യുന്ന പോലെ തന്നെ ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് എനി നമ്പർ ഓഫ് ബീസിന പോപ്പ് ചെയ്യും. അപ്പം അടുത്ത ബി ഉണ്ടെങ്കിൽ, സപ്പോസ് വീണ്ടും ഒരു ബി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആറാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും ഈ കാര്യം Q1, B, X എന്ന് പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, സെയിം സ്റ്റെപ്പ് അഞ്ചാമത്തെ അത് ലൂപ്പായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? എനി നമ്പർ ഓഫ് ബീനെ അതിന് പുഷ് ചെയ്യും. അങ്ങനെ എല്ലാ ബിയും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബി ഒരു എ ബി ബി എന്ന് പറയുന്ന സ്ട്രിങ് ആണെങ്കിൽ ബി ബി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എപ്സിലോൺ വേണമെങ്കിൽ ലാസ്റ്റിൽ ആഡ് ചെയ്യാം അല്ലേ? അവിടെ ഒരു എപ്സിലോൺ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് 0 ലെങ്ത് ആണുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ആക്ച്വലി എ ബി ബി ഇങ്ങനെ എഴുതുക, എ ബി ബി എപ്സിലോൺ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ആറാമത്തെ കോൺഫിഗറേഷൻ ഏതാണ്? ഡെൽറ്റ ഓഫ് കറന്റ് കിടക്കുന്ന സ്റ്റേറ്റ് Q1 ആണ്. Q1 നിന്ന് എന്ത് റീഡ് ചെയ്യാണ്? Q1 ൽ നിന്ന് എപ്സിലോൺ റീഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മൾ സ്ട്രിങ്ങിന്റെ എൻഡിലെത്തി. എപ്സിലോൺ റീഡ് ചെയ്യാണ്. ബി ഒക്കെ റീഡ് ചെയ്തുള്ള ബി ഒക്കെ റീഡ് ചെയ്ത് എവിടെ എത്തി? എൻഡിലെത്തി കഴിഞ്ഞാൽ പിന്നെ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്സിലോൺ ആണ് 0 ലെങ്ത് ആണ് റീഡ് ആവുക. ഓക്കെ, അപ്പം Q1 ൽ നിന്നും 0 ലെങ്ത് റീഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, റീഡ് ചെയ്യുന്ന സമയത്ത് 0 ലെങ്ത് റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ Z0 ആണുള്ളത്. ഓക്കെ, Z0 ആണ് ഉള്ളതെങ്കിൽ എന്ത് നടക്കണം? എഗെയിൻ പോപ്പ് ഓപ്പറേഷൻ നടക്കണം. സെയിം സ്റ്റേറ്റിൽ തന്നെ പോയിട്ട് പോപ്പ് ഓപ്പറേഷൻ നടക്കണം. ഓക്കെ, അങ്ങനെ വീണ്ടും ഒരു പോപ്പ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിൽ എന്താ ഉണ്ടാവുക? സ്റ്റാക്ക് ടോപ്പിൽ ഒന്നും ഉണ്ടാവില്ല. സ്റ്റാക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? എം ടി ആയിരിക്കും. അങ്ങനെ എം ടി ആയി കഴിഞ്ഞാൽ എത്രത്തോളം എ വന്നിട്ടുണ്ടോ അത്രത്തോളം ബി വന്നിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ഈ ഒരു 6 സ്റ്റെപ്പ് കൊണ്ട് എന്ത് ചെയ്യാം? കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് മനസ്സിലായടാ? ഇനി ഇതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആകുന്നുണ്ടെങ്കിൽ പറയാം. എവിടെയാണ് സ്റ്റക്ക് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റെപ്പ് കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ഇതൊക്കെയാണോടാ? മനസ്സിലായത്? ഹലോ, ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്താൽ എന്തോ അവിടെ നിന്ന് എഴുതിയെടുത്തോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും ഓൾറെഡി അല്ലേ? ഡിസൈൻ എ PDF ഫോർ ദി കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് L is equal to A raised to n B raised to n such that n greater than or equal to 0. അവിടെ സൈഡിൽ എഴുതിക്കോ. ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. സൈഡിൽ ഓരോ ഫിഗറും വേണമെങ്കിൽ വരച്ചു. ഓരോ ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്താ കാണിക്കുന്നതെന്ന് വേണ്ടിയിട്ട് സൈഡിൽ എന്ത് ചെയ്താ ഫിഗർ എവിടെ വരച്ചു വെച്ചു. ഗ്രൂപ്പിലേക്ക് നോട്ടിൻ്റെ പേജ് ഇട്ടുതരാം.
ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൈഡിൽ വരച്ച് വെക്കട്ടെ. ഒരു സ്റ്റാക്ക് ഓരോന്നും റീഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്ന കാര്യം, സ്റ്റാക്കിൻ്റെ കാര്യം കൂടെ സൈഡിൽ വരച്ച് വെച്ചാൽ നമുക്ക് വീണ്ടും വായിക്കുമ്പോൾ ഒരു എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതെന്താണെന്ന് പിന്നെ മനസ്സിലാവില്ല. അപ്പോൾ അത് വേണമെങ്കിൽ അവിടെ ഒന്ന് വരച്ച് വെച്ചു. എഴുതിയെടുത്തടാ, എഴുതിയെടുത്തോ? എഴുതിയെടുത്തില്ല. ഓക്കെ. ഇനി നമുക്ക് 1-2 സ്ട്രിങ്ങുകൾ വർക്കൗട്ട് ചെയ്യാം. ഈ ഒരു കോൺഫിഗറേഷൻ വെച്ചിട്ട് നോട്ടിൽ ഞാൻ അവിടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന സ്ട്രിങ്ങുകൾ. ഇപ്പം എ ബി എന്ന് പറയുന്ന സ്ട്രിങ് ആണെന്ന് വെച്ചോ. ഇത് ആക്സെപ്റ്റ് ചെയ്യണ്ടേ? എ ബി എന്ന് പറയുന്ന സ്ട്രിങ് ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണ്ടേ? ഓക്കെ. അപ്പം നമുക്കറിയാം എ റീഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ എ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിന് ഈ ഒരു കോൺഫിഗറേഷൻ മാച്ച് ആവില്ല. ബട്ട് രണ്ടാമത് എഴുതിയ കോൺഫിഗറേഷൻ നോക്കിയേ, രണ്ടാമത്തെ ട്രാൻസിഷൻ നോക്കിയേ. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് സെറ്റ് നോട്ട് ഉണ്ടാവും. ദെൻ എ റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, എ റീഡ് ചെയ്യുമ്പോൾ എക്സ് പുഷ് ചെയ്തു എന്നാ പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക, എക്സ് പുഷ് ചെയ്തു. എ റീഡ് ചെയ്യുമ്പോൾ എക്സ് പുഷ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത റീഡ് ചെയ്യുന്ന ക്യാരക്ടർ എന്താ, ബി ആണ്. ഓക്കെ. അതായത് ഇവിടെ നമ്മൾ നാലാമത് എഴുതിയ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു കോൺഫിഗറേഷൻ, ഈ ഒരു ട്രാൻസിഷൻ, ഇവിടെ ഈ ഒരു കേസുമായിട്ട് അത് മാച്ച് ആവും അല്ലേ. ബി റീഡ് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ, നമ്മളിപ്പോൾ കറന്റ് കിടക്കുന്ന എവിടെ ആ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണ്. Q0 നിന്ന് ബി റീഡ് ചെയ്യുന്നു. സ്റ്റാക്ക് ടോപ്പിലുള്ളത് ആരുതാണ്, എക്സ് തന്നെയാണ് അല്ലേ. നാലാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, നാലാമത്തെ കേസ് എ റീഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ബി റീഡ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഓക്കെ. എ റീഡ് ചെയ്യുമ്പോൾ എക്സ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാക്ക് ടോപ്പിൽ എക്സ് ആണ് അല്ലേ. അപ്പോൾ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ നമ്മൾ ഉള്ളത് എ റീഡ് ചെയ്തപ്പോൾ, വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് Q0 തന്നെയാണ് റിമൈൻ ചെയ്യുക. Q0യിൽ നിന്ന് ബി റീഡ് ചെയ്യുന്നു. ബി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിലുള്ളത് എക്സ് ആണെന്ന് നോക്കുകയാണ്. ബി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിലുള്ളത് എക്സ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, പോപ്പ് ഓപ്പറേഷൻ നടക്കണം. നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതിയ Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ പോയിട്ട് പോപ്പ് ഓപ്പറേഷൻ നടക്കണം. അപ്പോൾ നമ്മളിപ്പം എങ്ങോട്ട് മാറി, Q0യിൽ നിന്ന് Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തി. എന്ത് കൂടെ നടത്തി, പോപ്പ് ഓപ്പറേഷൻ കൂടെ നടത്തി. പോപ്പ് ഓപ്പറേഷൻ കൂടെ നടത്തി കഴിഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പിൽ ഇപ്പം എന്തേ ഉണ്ടാവുള്ളൂ, സെറ്റ് നോട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്ത കോമ്പിനേഷൻ നമ്മൾ നോക്കേണ്ടത്, അടുത്ത എന്തുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ നോക്കേണ്ടത്, നമ്മൾ ഈ ആറാമത്തെ സ്റ്റെപ്പുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ നോക്കുക. ഓക്കെ. നമ്മളുള്ള എവിടെയാ, Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട് ബി റീഡ് ചെയ്തപ്പോൾ അല്ലേ. ഇപ്പോൾ Q0 എന്ന് പറയുന്ന Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മളുള്ളത്. ദെൻ സ്റ്റാക്ക് ടോപ്പ്, ദെൻ എന്താ നടക്കേണ്ട, ഇനി എന്താ സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉള്ളത്, സ്റ്റാക്ക് ടോപ്പിലൊന്നുമില്ല. ഓക്കെ. സ്റ്റാക്ക് ടോപ്പിലുള്ളത് സെറ്റ് നോട്ടാണ്. അപ്പം ആ സെറ്റ് നോട്ടിന് എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്തപ്പോൾ സ്റ്റാക്ക് എന്തായി, എം ടി ആയി. ഓക്കെ. അപ്പോൾ അതും അവിടെ എന്തായി, ആക്സെപ്റ്റ് ആയി പറയും. ഇനി സപ്പോസ് സ്ട്രിങ് എന്താണ്, സ്ട്രിങ് ഇങ്ങനെയാണെന്ന് വെച്ചു, എ ബി എ എന്ന് വെച്ചു. എ ബി എ ഇതാണ് സ്ട്രിങ് എന്ന് വെച്ചു. എ ബി എ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താവാൻ പാടില്ല, ആക്സെപ്റ്റ് ആവാൻ പാടില്ല. ഇത് ആക്സെപ്റ്റ് ആവാൻ പാടില്ല. ഈ സ്ട്രിങ് വർക്ക് ചെയ്യാൻ പാടുണ്ടോ, ഈ ഒരു സ്ട്രിങ് വർക്ക് ആവാൻ പാടുണ്ടോ, ഈ ഒരു സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജ് പ്രകാരം വർക്ക് ആവാൻ പാടുണ്ടോ, ആക്സെപ്റ്റ് ആവാൻ പാടുണ്ടോ, ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, എ റീഡ് ചെയ്യും അല്ലേ. സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ എന്താ, ഇനീഷ്യലി സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് ഉണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, എ റീഡ് ചെയ്യാണ്. ഓക്കെ. എ റീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കണം, ഈ കേസുമായിട്ട് മാച്ച് ആവും, രണ്ടാമത്തെ ഈ ട്രാൻസിഷനായിട്ട് മാച്ച് ആവും അല്ലേ. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മൾ ഇനീഷ്യലി ഉണ്ടാവുക. Q0യിൽ നിന്ന് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് തന്നെ പോവാണ്, Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ പോവാണ്. Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ പോവും. ദെൻ പിന്നെ നമ്മൾ പറയേണ്ട കാര്യം എന്താ, എന്ത് ഓപ്പറേഷൻ നടക്കണം, എ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞ എന്താണ്, എക്സ് പുഷ് ചെയ്യണം. അപ്പം ഈ ഒരു കേസിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ രണ്ടാമത്തെ ട്രാൻസിഷനിൽ എന്ത് ചെയ്യും, എക്സ് പുഷ് ആവും. രണ്ടാമത്തെ ട്രാൻസിഷൻ പ്രകാരം അവിടെ എക്സ് പുഷ് ആയി. ഇനി ബി റീഡ് ചെയ്യാണ്. ഓക്കെ. ബി റീഡ് ചെയ്യുന്ന സമയത്ത് നോക്കണേ, ബി റീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കണം, പോപ്പ് ഓപ്പറേഷൻ നടക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെയാണ് ഉള്ളത്. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ബി റീഡ് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ ഇവിടെയുണ്ട്. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ബി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിലുള്ളത് എക്സ് ആണോ നോക്കണേ. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ളത് അവിടെ നിന്ന് ബി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിലുള്ളത് എക്സ് ആണ്. ഓക്കെ. ഇവിടെ മാച്ച് ആകുന്നുണ്ട്. എങ്ങോട്ട് പോകണം,
Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകാൻ വേണം എന്ത് ഓപ്പറേഷൻ അവിടെ നടക്കണം? പോപ്പ് ഓപ്പറേഷൻ നടക്കണം. ദാറ്റ് മീൻസ് ഈ മോളിൽ കിടക്കുന്ന എക്സ് എന്താവണം? അവിടെ പോപ്പ് ആവണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമ്പിൾ ഇപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി വന്നു, ബട്ട് അതിനുശേഷം വീണ്ടും ഒരു എ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കറണ്ട്ലി കിടക്കുന്ന സ്റ്റേറ്റ് ഏതാ? Q1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് നോക്കണേ, ഡെൽറ്റ ഓഫ് Q1 Q1 എന്ത് റീഡ് ചെയ്യാൻ വേണ്ടത്? എ. Q1 ൽ നിന്ന് എ റീഡ് ചെയ്യുന്ന എന്തെങ്കിലും പോസിബിലിറ്റി ഇവിടെ നമ്മൾ 6 എണ്ണത്തിൽ എഴുതിയിട്ടുണ്ടോ? നോക്കിയോ ഒന്ന്. ഇവിടെ നോക്കിയേ, Q1 ൽ നിന്ന് ബി ആണ് റീഡ് ചെയ്യുന്നത്, ഇവിടെ Q1 ൽ നിന്ന് എപ്സിലോൺ ആണ് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ Q1 ൽ നിന്ന് എ റീഡ് ചെയ്യേണ്ട ഒരു പോസിബിലിറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് വർക്കാവില്ല? ഈ സ്ട്രിങ് അവിടെ വർക്കാവില്ല. ക്ലിയർ? പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ എഴുതിക്കോ. കൺസ്ട്രക്ട് PDF for L is equal to A raised to n, B raised to n, C raised to m such that m comma n greater than or equal to 1. A raised to n, B raised to n, C raised to m such that m comma n greater than or equal to 1. ഒന്ന് ചെയ്ത് നോക്കിയേ, ഒരു 10 മിനിറ്റ് ഞാൻ തരാം. സെയിം മാനറിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ ഉണ്ടെങ്കിൽ പറയാം. ചെയ്ത് നോക്കൂലേ? പറ്റൂല? ഇത് ഒന്ന് എഴുതി നോക്കൂലേ? പിന്നെ മീനിങ് എന്താ? ഈക്വൽ നമ്പർ ഓഫ് എ ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബി. സിൻ്റെ കൗണ്ടും ഇതുമായിട്ട് ഒരു ഡിപ്പെൻഡൻസി ഇല്ല. സി എന്തും ആവും. സിൻ്റെ കൗണ്ട് 1 അതിന് മുകളിലോ വരാം. സിൻ്റെ കൗണ്ട് മിനിമം 1 ആയിരിക്കണേ, ശ്രദ്ധിക്കണം. കാരണം റൈറ്റ് സൈഡ് നമ്മൾ എഴുതി എന്താ? m, n greater than or equal to 1. ആരാ ട്രൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണോ? ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻസർ പറഞ്ഞ് പോവാം. ട്രൈ ചെയ്യുന്നുണ്ടോ? ഹലോ, അശ്വിന എഴുതുന്നുണ്ടത്? അശ്വിൻ, എന്താ എഴുതി നോക്കുന്നുണ്ടോ? വരൂല്ലേ? ഹലോ, ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ.
ചെയ്തോ? അതിനെ ചെയ്തോ? കിട്ടിയോ? ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. നോക്കാം. ഓക്കെ, നമുക്കറിയാം ഇവിടെ ക്വസ്റ്റിൻ്റെ കേസിൽ ലീനിയർ ഡിപ്പെൻഡൻസി ഉള്ളത്, ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ളത് എയും ബിയും തമ്മിലാണ്. സീൻ്റെ കൗണ്ട് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ? അപ്പം നമ്മൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മിനിമം സ്ട്രിങ് ഏതാണെന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റുന്ന മിനിമം സ്ട്രിങ് ഇവിടെ ജനറേറ്റ് വരുന്ന ഏറ്റവും ചെറിയ സ്ട്രിങ് എന്തായിരിക്കും ഇവിടെ? യെസ്, എ ബി സി ആയിരിക്കും അവിടെ മിനിമം സ്ട്രിങ്. എപ്സിലോണിൻ്റെ കേസൊന്നും നമുക്ക് വരില്ല, കാരണം കണ്ടീഷനിൽ എന്താണ് എന്നിൻ്റെ വാല്യൂ, എന്നിൻ്റെ വാല്യൂ 1 അതിൽ കൂടുതലാണ്, 0 അല്ല, 1 അതിൽ കൂടുതലാണ്. ഓക്കെ, അപ്പം നമ്മൾ ട്രാൻസിഷൻ എഴുതാൻ പോവാണ്. ഫസ്റ്റ് ട്രാൻസിഷൻ എഴുതാണ്. നമുക്ക് മിനിമം അവിടെ ഒരു എ എങ്കിലും അവിടെ വരേണ്ടതായിട്ടുണ്ട് അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ നിർബന്ധമായിട്ടും ആദ്യം തന്നെ എന്ത് വരണം? എ വരണം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഉണ്ടാവുക Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കും. Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ, Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാക്ക് ടോപ്പിലെ കറൻറ്റ്ലി അവസ്ഥ എന്തായിരിക്കും ഇവിടെ? ഫ്രഷ് സ്റ്റാക്കാണ്. സോ സ്റ്റാക്ക് ടോപ്പിൽ എന്തുണ്ടാവും? സെറ്റ് നോട്ട് ഉണ്ടാവും. സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് ഉണ്ടാവും. അപ്പോൾ Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് ആയിരിക്കും. സോ ഞാൻ ഇവിടെ സെറ്റ് നോട്ട് നീരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇതാണ്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്ട്രിങ് എടുത്തോ, AABB/C. ഓക്കെ, ഇത് ഈ ലാംഗ്വേജ് വെച്ച് ചെയ്താൽ പറ്റുന്ന ഒരു സ്ട്രിങ് ആണ്. ഞാൻ ഇവിടെ ജസ്റ്റ് റിസർവ് ചെയ്യാണ്. നമുക്ക് ലാസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, ഇതിൽ അക്സെപ്റ്റ് ആവുന്നുണ്ടോ എന്ന് ലാസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ Q0യിൽ നിന്ന് എ റീഡ് ചെയ്തു. എ റീഡ് സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് ആണ്. അങ്ങനെ എ റീഡിൻ്റെ സമയത്ത് ഞാൻ സെയിം സ്റ്റേറ്റിൽ തന്നെ പോവാണ്. Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. എ റീഡ് ചെയ്യുമ്പോൾ എയുടെ ബിയുടെയും കൗണ്ട് തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് എ റീഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്?
സ്റ്റാക്കിലേക്ക് ഒരു സിമ്പൽ പുഷ് ചെയ്യാണ്. ഞാൻ ഇവിടെ എക്സ് തന്നെ എടുത്തു. എക്സ് തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇനി സിമ്പൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. അത് എവിടെ ഉണ്ടാവും, നിങ്ങളുടെ ഗാമയ്ക്കകത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പം സ്റ്റാക്ക് ടോപ്പിൽ കറൻലി ഉണ്ടായിരുന്നത് സെറ്റ് നോട്ടാണ്. സെറ്റ് നോട്ടിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് പുഷ് ചെയ്യുന്നത്, എക്സ് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സെറ്റ് നോട്ടിൻ്റെ ലെഫ്റ്റിൽ വേണം എക്സ് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എഴുതും. ഇനി ആദ്യത്തെ എ ആണ് ഇപ്പം നമ്മൾ ഈ റീഡ് ചെയ്യുന്ന കാര്യം. ആദ്യത്തെ എ റീഡ് ചെയ്യുമ്പോഴുള്ള ഒരു ട്രാൻസിഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വീണ്ടും എ വരാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, ആ കാര്യം കൂടെ എഴുതാൻ പോകുന്നത്. രണ്ടാമത് വീണ്ടും എ വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് അടുത്ത എഴുതാൻ പോകുന്നത്. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മൾ കറൻലി ഉണ്ടാവുക. ദെൻ എഗെയിൻ അവിടെ നിന്ന് എ റീഡ് ചെയ്യാണ്. എ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ എന്തുണ്ടാവും, രണ്ടാമത്തെ എ ആണെങ്കിൽ സ്റ്റാക്ക് ടോപ്പിൽ എന്തുണ്ടാവും, എക്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ എക്സ് എന്ന് എഴുതുകയാണ്. ഓക്കെ, സ്റ്റാക്ക് ടോപ്പിൽ എക്സ് ആണുള്ളത്. അങ്ങനെ വീണ്ടും എ റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ സെയിം സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. Q0 എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി സ്റ്റാക്ക് ടോപ്പിൽ ഉള്ളത് ഓൾറെഡി ഉള്ളത് എക്സ് ആണ്. ഓക്കെ, ഈ എക്സിൻ്റെ മുകളിലായിരിക്കും ഞാൻ വീണ്ടും എ റീഡ് ചെയ്യുമ്പോൾ എക്സിനെ പുഷ് ചെയ്യാം അല്ലേ. അപ്പം ഈ എക്സിൻ്റെ മുകളിൽ എക്സ് പുഷ് ചെയ്യുന്നതുകൊണ്ട് ഈ എക്സിൻ്റെ ലെഫ്റ്റിൽ ഞാൻ വീണ്ടും ഒരു എക്സ് ഇട്ടു. ഓക്കെ, അപ്പം ഇങ്ങനെ വരും. ഓക്കെ, അങ്ങനെ എക്സ് റീഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഈ എക്സ് പുഷ് ചെയ്തു, 2x ആയി നമ്മുടെ സ്റ്റാക്കിൻ്റെ മുകളിൽ. ഓക്കെ, ഇനി റീഡ് ചെയ്യുന്നത് സപ്പോസ് ബി ആണെന്ന് അസ്യൂം ചെയ്യാം. ബി ആണെന്നൊരു നിർബന്ധമില്ല. ഇനി വീണ്ടും എ തന്നെയാണ് വന്നതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ശേഷം മൂന്നാമതും എ വന്നതാണെങ്കിൽ ഈ സെയിം ട്രാൻസിഷൻ അവിടെ റിപ്പീറ്റ് ആയിട്ട് വർക്കാവും. ഓക്കെ, അപ്പോൾ സപ്പോസ് ബി വന്ന് തുടങ്ങിയെന്ന് വെച്ചോ. ബി വന്ന് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ബി റീഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ബി റീഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബി റീഡ് ചെയ്യുമ്പോൾ നടക്കേണ്ട ഓപ്പറേഷൻ എന്താണ്, പോപ്പ് ആണ് അല്ലേ. എയും ബിയും തമ്മിലാണ് ലീനിയർ റിലേഷൻഷിപ്പ്. സോ ബി റീഡ് ചെയ്യുമ്പോൾ നടക്കേണ്ട ഓപ്പറേഷൻ എന്താണ്, പോപ്പ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പം ആ കാര്യം ഞാൻ എഴുതാൻ പോവാണ്. പോപ്പ് ഓപ്പറേഷൻ്റെ ട്രാൻസിഷൻ എഴുതാൻ പോവാണ്. ഡെൽറ്റ ഓഫ് Q0 കറൻലി കിടക്കുന്നത് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. റീഡ് ചെയ്യുന്ന സിമ്പൽ എന്താ, ബി ആണ് റീഡ് ചെയ്യുന്നത്. ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് ഓപ്പറേഷൻ നടക്കണടാ, ബി റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ എക്സ് ആണ്. ബി റീഡ് ചെയ്യുമ്പോൾ നടക്കേണ്ട ഓപ്പറേഷൻ എന്താണ്, പോപ്പ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അത് മാത്രം പോരാ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു സിമ്പൽ റീഡ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് വരുത്തണം. ഓക്കെ, പുതിയ സിമ്പൽ റീഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ്. ബി റീഡ് ചെയ്തപ്പോൾ Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോയി. എന്ത് ഓപ്പറേഷൻ നടക്കേണ്ടത്, പോപ്പ് ഓപ്പറേഷൻ ആണ്. അതിന് കിട്ടിയവൻ എന്ത് കൊടുത്തു, ഇവിടെ നമ്മുടെ എപ്സിലോൺ കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ ബി റീഡ് ചെയ്യുമ്പോൾ എന്ത് പോപ്പായിട്ടുണ്ടാവും, നമ്മുടെ സ്റ്റാക്ക് ടോപ്പിൽ കിടക്കുന്ന ഈ ഒരു എക്സ് പോപ്പായിട്ടുണ്ടാവും. ഓക്കെ, ആദ്യത്തെ ബി റീഡ് ചെയ്തപ്പോൾ ഈ എക്സ് അവിടെ ഞാൻ എന്ത് ചെയ്തു, പോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ആദ്യത്തെ ബിക്ക് ശേഷം വീണ്ടും ഒരു രണ്ടാമത്തെ ബി റീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രാൻസിഷൻ ചെയ്തതാണ്. ഡെൽറ്റ ഓഫ് ക്യൂ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉണ്ടാവുക, Q0യിൽ നിന്ന് ബി റീഡ് ചെയ്തപ്പോൾ Q1ലേക്ക് എത്തി. അപ്പോൾ കറൻലി ഞാൻ കിടക്കുന്നത് എവിടെയാ, Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. Q1ൽ നിന്ന് വീണ്ടും ബി റീഡ് ചെയ്യാണ്. Q1 നിന്ന് ബി വീണ്ടും ബി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക, എക്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, സ്റ്റാക്ക് ടോപ്പിലുള്ളത് എക്സ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഞാൻ Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ തന്നെ തുടരുകയാണ്. എന്ത് നടത്തുകയാണ്, പോപ്പ് ഓപ്പറേഷൻ നടത്തുകയാണ്. ഓക്കെ, അപ്പം ഈ എക്സും എന്ത് ചെയ്യും, അവിടുന്ന് പോപ്പായിട്ട് പോകും. ഓക്കെ, ഇനി സപ്പോസ് വീണ്ടും കുറേ ബീസ് ഓൾറെഡി പുഷായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പോപ്പ് ചെയ്യാൻ ഈ ഒരു നാലാമത്തെ ട്രാൻസിഷൻ ധാരാളമാണ്. ഇനി നമ്പർ ഓഫ് ബി വന്നു കഴിഞ്ഞാൽ ഈ നാലാമത്തെ ട്രാൻസിഷൻ തന്നെ എന്ത് ചെയ്യിക്കോളും, റിപ്പീറ്റ് ആയിട്ട് വീണ്ടും പോപ്പ് ആയിക്കോളും. അതുകൊണ്ട് വീണ്ടും അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഈ സാധനം കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ആയിതണ്ട, ഇത് തന്നെ വീണ്ടും യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എഴുതേണ്ട കാര്യം എന്താ, എല്ലാ ബിയും റീഡ് ചെയ്തു. ദാറ്റ് മീൻസ് എക്സ് സ്റ്റാക്കിലുള്ള എല്ലാ എക്സും പോപ്പായി പോയി. അങ്ങനെ എല്ലാ എക്സും പോപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാക്ക് ടോപ്പിൻ്റെ അകത്ത് എന്തേ ഉണ്ടാവുള്ളൂ, സെറ്റ് നോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു കേസ്, ഈ ഒരു അവസ്ഥയാണ് ഞാൻ ഇനി എഴുതാൻ പോകുന്നത്. ഈ ഒരു അവസ്ഥ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് എഴുതാൻ പോകുന്നത്. അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാണ്. അത് എഴുതാൻ വേണ്ടിയിട്ട് സോറി ഒറ്റ മിനിറ്റ്. അതായത് നമ്മൾ സീൻ അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ സീൻ്റെ കേസ് കൂടെ എഴുതണം. ബി വന്നു കഴിഞ്ഞു. ബി വന്ന ശേഷം അടുത്ത വരുന്ന ആരാ, സി ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ, അവിടെ മാറിയിട്ടുണ്ട്. അതായത് ബി ഒക്കെ റീഡ് ചെയ്തപ്പോൾ സ്റ്റാക്കിൽ സ്വാഭാവികമായിട്ട് എന്തായി, സെറ്റ് നോട്ടായി. ദെൻ സി റീഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സി റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതാണ്, ഡെൽറ്റ ഓഫ് ഇപ്പം ഞാനുള്ള സ്റ്റേറ്റ് ഏതാ, Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. റീഡ് ചെയ്യുന്ന സിമ്പൽ എന്താ, സി ആണ്. Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഉള്ളത്. റീഡ് ചെയ്യുന്ന സിമ്പൽ എന്താണ്, സി ആണ്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ് ഇവിടെ സി എന്ന് കൊടുക്കുകയാണ്. സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? സെറ്റ് നോട്ട് ആണ്. സ്റ്റാക്ക് ടോപ്പിലുള്ളത് സെറ്റ് നോട്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ സെറ്റ് നോട്ട് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി സി റീഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? എന്തായിരിക്കും സി റീഡ് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടത് ഒന്ന് പറഞ്ഞേ. നമ്മൾ പറഞ്ഞു എ റീഡ് ചെയ്യുമ്പോൾ പുഷ് ഓപ്പറേഷനും ബി റീഡ് ചെയ്യുമ്പോൾ പോപ്പ് ഓപ്പറേഷനാണ് നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സി റീഡ് ചെയ്യുമ്പോൾ എന്ത് ഓപ്പറേഷൻ നടക്കണം? സ്റ്റാക്കിന്റെ മുകളിൽ എന്ത് ഓപ്പറേഷൻ നടക്കണം? എന്തായിരിക്കടാ? സി റീഡ് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യണം. കാരണം സിന്റെ കൗണ്ട് നമ്മൾ എവിടെ എടുത്തു വെക്കണ്ട, സ്കിപ്പ് അല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ബൈപ്പാസ് ഓപ്പറേഷൻ കാണിക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ സ്കിപ്പ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷൻ കാണിക്കുക? എങ്ങനെയാണെന്ന് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സി റീഡ് ചെയ്യുമ്പോൾ ഞാൻ പുതിയൊരു സ്റ്റേറ്റിലേക്ക്, പുതിയ സിമ്പൽ പറഞ്ഞിട്ട് പുതിയ സിമ്പിൾ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം? പുതിയൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ്. Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തി. ഇനി സ്കിപ്പാണ് കാണിക്കേണ്ടത്. സ്കിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് നോട്ട് തന്നെ എഴുതുകയാണ്. ശ്രദ്ധിക്കണേ, സ്കിപ്പ് നമ്മൾ ഇങ്ങനെ കാണിക്കുക. സെറ്റ് നോട്ട് തന്നെ റൈറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് സ്കിപ്പാണ്. സെറ്റ് നോട്ട് എലോൺ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ, ഇവിടെ സെറ്റ് നോട്ട് ഒറ്റക്കല്ല, ഒന്നാമത്തെ ട്രാൻസിഷനിൽ സെറ്റ് നോട്ട് ഒറ്റക്ക് മാത്രം കിടക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ ഉള്ളത് എന്താണ്? സ്കിപ്പ് ഓപ്പറേഷൻ ആണ് ഇൻഡിക്കേഷൻ. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് നോട്ടിന്റെ മുന്നേ ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ സ്റ്റാക്കിന്റെ മുകളിൽ എന്തോ പുഷ് ചെയ്തു. ഇനി രണ്ട് സിമ്പിൾസ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്താണ്? ഓൾറെഡി ഒരു സിമ്പിൾ പുഷ് ആയിട്ടുണ്ട്, അതിന്റെ മുകളിലാണ് അടുത്ത സിമ്പിൾ പുഷ് ചെയ്യുന്നത്. ഇനി ഒരു എപ്സിലോൺ വരികയാണ്, അതിന്റെ മീനിങ് എന്താ? റൈറ്റ് സൈഡിൽ നടക്കുന്ന എന്താണ്? പോപ്പ് ഓപ്പറേഷൻ ആണ്. ഇനി ഒരു സെറ്റ് സീറോ മാത്രം ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്താ? ബൈപ്പാസ് ഓപ്പറേഷൻ ആണ്. ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. സ്കിപ്പ്, പുഷ്, പോപ്പ്, ഇത് മൂന്നും ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം റൈറ്റ് സൈഡിൽ നോക്കിയിട്ട്. അത് മനസ്സിലാവൂലേ? അത് മനസ്സിലാവില്ല. ഈ റൈറ്റ് സൈഡിൽ ഈ കേസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല ഇപ്പം നടന്ന ഓപ്പറേഷൻ എന്താണ്. സെറ്റ് സീറോന്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? എക്സിന്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാം? നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡിൽ വരുന്ന സിമ്പല് എന്താണ്? എപ്സിലോൺ ആണെങ്കിൽ അവിടെ നടന്ന പോപ്പ് ഓപ്പറേഷൻ ആണ്. അപ്പം ഇവിടെ നടന്നത് പോപ്പാണ്, ഇവിടെയും നടന്നത് പോപ്പാണ്, ഇവിടെ നടന്നത് എന്താണ്? ബൈപ്പാസ് ആണ്. ഇത് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റണം. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലതേ? പറ്റുമോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേസ് എഴുതാൻ പോവാണ്. ആറാമത്തെ ട്രാൻസിഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യത്തെ സി ആണ് റീഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ആദ്യത്തെ സി ആണ് റീഡ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ സി റീഡ് ചെയ്യാണെന്ന് വെച്ചോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതാണ് ഡെൽറ്റ ഓഫ് കറന്റ് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത്? Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഉള്ളത്. Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എന്ത് റീഡ് ചെയ്യാണ്? സി റീഡ് ചെയ്യാണ്. സി റീഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? സെറ്റ് സീറോ തന്നെയുള്ള സെറ്റ് നോട്ട് ഉണ്ടാവുക. അപ്പോൾ സെറ്റ് നോട്ട് എഴുതി. ഇനി ഞാൻ എങ്ങോട്ട് തന്നെ പോവാണ്? സെയിം സ്റ്റേറ്റിൽ തന്നെ പോവാണ്. ഓക്കെ, സെയിം സ്റ്റേറ്റിൽ തന്നെ പോവാണ്. Q2. ഓക്കെ, Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവാണ്. എനിക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ സ്കിപ്പ് അല്ലെങ്കിൽ ബൈപ്പാസ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ സെറ്റ് നോട്ട് തന്നെ എഴുതി. ഇനി അങ്ങനെ എല്ലാ സി റീഡ് ചെയ്യുമ്പോഴും ഇനി അങ്ങോട്ട് എത്ര സി റീഡ് ചെയ്താലും ഈ ഒരു ട്രാൻസിഷൻ അവിടെ വർക്കാവും അല്ലേ? ഇനി എത്ര സി ഉണ്ടെങ്കിലും ഈ ആറാമത്തെ ട്രാൻസിഷൻ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വർക്കാകുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെ എല്ലാ സിയും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് നമ്മൾ പറഞ്ഞു AABB ട്രിപ്പിൾ സി ആണ്. എല്ലാ സിയും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം റീഡ് ചെയ്യേണ്ട ആര്യ? ആപ്സിലോണിനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ സി റീഡ് ചെയ്ത് കഴിഞ്ഞു, ആപ്സിലോൺ ആണ് വരുന്നതെന്ന് വെച്ചോ. അങ്ങനെ ആപ്സിലോൺ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എഴുതണം. അത് എഴുതാനാണ് അടുത്തായി പോകുന്നത്. 7ാമത്തെ സ്റ്റെപ്പിൽ അതാണ് എഴുതുന്നത്. ഞാൻ കറന്റ് കിടക്കുന്ന സ്റ്റേറ്റ് എന്ത് തന്നെയായിരിക്കും? Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് തന്നെയായിരിക്കും. Q2 എന്ന് എന്ത് റീഡ് ചെയ്യാണ്? ആപ്സിലോൺ റീഡ് ചെയ്യാണ്. അതായത് സ്ട്രിങ്ങിന്റെ എൻഡിൽ എത്തി എന്നുള്ള മീനിങ്. ആപ്സിലോൺ റീഡ് ചെയ്യാണ്. ആപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും നേരത്തെ ഒക്കെ സ്കിപ്പാണ് നടന്നത്, അതുകൊണ്ട് സെറ്റ് നോട്ട് അവിടെ തന്നെ ഉണ്ടാവും. അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടാവില്ല. സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് എഴുതി. ഇനി നടക്കേണ്ട ഓപ്പറേഷൻ എന്താ? പോപ്പ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പം സെയിം സ്റ്റേറ്റിൽ തന്നെ തുടരുന്നു. Q2 തന്നെ തുടർന്നു. നടക്കേണ്ട ഓപ്പറേഷൻ പോപ്പ് ആയതുകൊണ്ട് ഞാൻ എന്ത് എഴുതണം? ഇവിടെ ആപ്സിലോൺ എഴുതണം. ഓക്കെ, അപ്പൊ അങ്ങനെ ആപ്സിലോൺ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സെറ്റ് സീറോ കൂടെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ആവും. സ്റ്റാക്കിൽ നിന്ന് പോപ്പായി കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ സ്റ്റാക്കിന്റെ അവസ്ഥ എന്താവും? എംപ്റ്റി ആവും. സ്റ്റാക്കിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സ്ട്രിങ് അവിടെ വർക്കായി എന്ന് പറയാം. ഈക്വൽ നമ്പർ ഓഫ് A ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് B ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് C വന്നു എന്ന് പറയാം. ക്ലിയർ?
ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായോടാ? ഇത് മനസ്സിലായോ പ്രണവേ? പ്രണവ്, ഹലോ. ഓക്കെ 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 ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതവിടെ എഴുതി വെച്ചോ. ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലേക്കൊരു ഫോട്ടോ ഇട്ടിട്ട് തരാം. ഇത് മനസ്സിലായോ? ഓക്കെ. ഇനി ഒരൊറ്റ കാര്യം കൂടെ, ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു ചെറിയ കാര്യം കൂടെ പറയാണ്ട്. നമ്മൾ പറഞ്ഞു 2 മെക്കാനിസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി ഡി എൻ്റെ. ഏതൊക്കെ മെക്കാനിസം വെച്ചാൽ പി ഡി ആക്സെപ്റ്റ് ചെയ്യാം? ഒന്ന് എം ടി സ്റ്റാക്ക് മെക്കാനിസവും രണ്ടാമത്തത് ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസവും. ഓക്കെ. അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസത്തിലേക്ക് മാറ്റാൻ നോക്കാം. ഓക്കെ. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അവസാനത്തെ ട്രാൻസിഷൻ, നമ്മൾ അവസാനത്തെ ട്രാൻസിഷനായി 7ാമത്തെ ട്രാൻസിഷൻ, ഇതാണ് ലാസ്റ്റ് റീഡ് ചെയ്യുന്ന സിമ്പിൾ ഉണ്ടാവുക, എപ്സിലോൺ ആയിരിക്കും റീഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പം എപ്സിലോൺ റീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ Q2 പകരം Q3 എന്ന് കൊടുത്തിട്ട് Q3 സൈഡിലായിട്ട് എഴുതി വെക്കുക. Q3 എന്താണ്? Q3 ഈസ് ഫൈനൽ സ്റ്റേറ്റ്. ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇത് രണ്ടും എഴുതി വെക്കരുത്. ഇത് ഇപ്പോൾ എഴുതിയത് എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണ്. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, പുതിയ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ കൊടുത്തിട്ട് എന്ത് കൊടുക്കാം, Q3 ഈസ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് മെക്കാനിസമായി? ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസമായി. ഓക്കെ. അതായത് ഇങ്ങനെ പറയും. അതായത് 7ാമത്തെ സ്റ്റെപ്പിന് പകരം ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. 7ാമത്തെ സ്റ്റെപ്പ് ഡെൽറ്റ ഓഫ് Q2ലാണ് നമ്മൾ ഉണ്ടാവുക അല്ലേ. Q2, ആപ്സിലോൺ സ്റ്റാക്ക് ടോപ്പിൽ സെറ്റ് നോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോവാണ്? മറ്റൊരു സ്റ്റേറ്റിലേക്ക്. ഞാൻ QF എന്ന് കൊടുക്കുകയാണ്, ഫൈനൽ സ്റ്റേറ്റ് എന്ന് കാണിക്കാൻ QF എന്ന് കൊടുക്കുകയാണ്. അങ്ങോട്ടേക്ക് പോവാണ്. ഒന്നും നടക്കുന്നില്ല, സിംപ്ലി ബൈപ്പാസ് പോപ്പ് ഓപ്പറേഷൻ നടക്കുക. അവിടെ സ്റ്റാക്ക് എം ടി ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. പറയുന്ന മനസ്സിലാക്കണം. ഇവിടെ ഒന്നും ഓപ്പറേഷൻ നടന്നത് സ്കിപ്പാണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റാക്ക് എം ടി ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നില്ല. ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസത്തിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ട? സ്റ്റാക്ക് എം ടി ആണോ അല്ലയോ ചെക്ക് ചെയ്യേണ്ട, ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പം ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം ആണെങ്കിൽ നമ്മൾ 7ാമത്തെ സ്റ്റെപ്പ് എന്താവും? ഇങ്ങനെ മാറും. പറഞ്ഞാൽ മനസ്സിലായോ? ഹലോ. നമ്മളിപ്പോൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് മെക്കാനിസത്തെ എന്തിലേക്ക് മാറ്റി? ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ബൈ യൂണിവേഴ്സൽ മെക്കാനിസം അതിലേക്ക് മാറ്റി. അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 7ാമത്തെ സ്റ്റെപ്പ് ഞാൻ മാറ്റി എഴുതിയാൽ മനസ്സിലായടാ? ഓക്കെ. ഒന്നുമില്ല, നമ്മളവിടെ ഇവിടെ ചെയ്തത് ഇവിടെ നോക്കണേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റാക്ക് എം ടി ആയോ എന്നുള്ള കാര്യം ഇവിടെ ചെക്ക് ചെയ്യുന്നില്ല. ഉണ്ടോ? പുതിയൊരു സ്റ്റേറ്റിലേക്ക് മാറി. Q2ൽ നിന്ന് എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ പുതിയൊരു സ്റ്റേറ്റിലേക്ക് മാറി. ആ സ്റ്റേറ്റിനെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ QF എന്ന് കൊടുത്തു. ദെൻ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്? സിംപ്ലി സ്കിപ്പാണ്. അവിടെ എന്ത് സ്റ്റാക്കിന്റെ അവസ്ഥയോ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടോ, QFൽ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സ്ട്രിങ് അവിടെ ആക്സെപ്റ്റഡ് ആണ്. ആ ഒരു മീനിങ്ങേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി DFന്റെ അകത്ത് കണ്ട ഒരു കോൺസെപ്റ്റ്. ഓക്കെ. എൻ്റെ കാര്യം അവിടത്തേക്ക് ഷെയർ ചെയ്യും. ഒരു കാര്യം നോട്ടിലേക്ക് എഴുതിയെടുക്കാം. ഗ്രൂപ്പിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ നോട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്തൂടെ? ഹലോ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തൂടെ? നമുക്ക് എൻ്റെ നിർത്തിക്കൂടാ? അല്ലെങ്കിൽ മതിയോ? പറഞ്ഞോ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തൂടാ? ഹലോ. അതർബൈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തൂടെ? അടുത്തേക്ക് പോരാം. ഒറ്റൊന്നും കൂടി ചെയ്തിട്ട് നമുക്ക് അവിടെ നിർത്താം. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ അവിടെ എഴുതിക്കോ. ഞാൻ എഴുതുന്ന അവിടെ വിട്ടാൽ മതി. ഗ്രൂപ്പിലേക്ക് ഞാൻ നോട്ട് ആ പേജ് ഇട്ടിട്ടുണ്ട്. അപ്പം എഴുതാൻ പകുതിയിലെത്തിയ ആൾക്കാർ അവിടെ നിർത്തിയിട്ട്
പിന്നീട് നോട്ടിൽ നോക്കി ഞാൻ ഗ്രൂപ്പിൽ നോക്കി എഴുതി എടുത്താൽ മതി. ഓക്കെ, സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വെച്ചോ, എ റീസ് ടു എൻ ബി റീസ് ടു എൻ സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ചെയ്തേ. ഇതൊന്ന് ചെയ്തേ. ചെയ്യാൻ പറ്റില്ലത്? എ റീസ് ടു എൻ ബി റീസ് ടു എൻ. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യുന്നതിൻ്റെ മീനിങ് എന്താണ്? ചെയ്യാൻ പറ്റും എന്നാണോ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നാണോ? എന്താണ് എന്തോ അതിൻ്റെ മീനിങ്? പറ്റും അല്ലെങ്കിൽ പറ്റില്ല എന്നാണോ? ഞാനെന്തോ ഇവിടെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കടാ. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ അറിയുന്നില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ ആൻസർ ഞാൻ എഴുതിയ ആൻസർ കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ കേസിൽ ഞാൻ എഴുതിയ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? കുറച്ചെങ്കിലും അടുത്തെത്തിയിട്ടുണ്ടായിരുന്നോ? എങ്ങനെ? സ്കിപ്പ് ഒഴികെ ബാക്കി കിട്ടിയിട്ടില്ല. കാരണം സ്കിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഇപ്പൊ സ്കിപ്പും കിട്ടിയല്ലോ. അറിയാലോ ഇനി എങ്ങനെ സ്കിപ്പ് ചെയ്യാന്നറിയാം. ഇവിടെ ഏതാ മിനിമം സ്ട്രിങ് വരികയാണോ? ഏതായിരിക്കും മിനിമം സ്ട്രിങ്? യെസ്, എ ബി. കാരണം എൻ്റെ അക്കൗണ്ട് മിനിമം 1 ആണ്. 1 അതിന് മുകളിലോ ആണ്. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഒന്ന് പറയാം, ആരെങ്കിലും ആൻസർ പറയോ? ഒന്ന് ആൻസർ പറയാമോ? കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഗോപിക കിട്ടിയിട്ടുണ്ടോ? ഗോപിക ഗോപിക അവിടെ ഇല്ലേ? ഹലോ ഹലോ, ആൻസർ കിട്ടിയില്ല. കിട്ടിയില്ലേ? ഇല്ല, ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഗോപികയാണത്? അതെ, ഞാൻ തന്നെയാണ്. നിങ്ങൾ രണ്ടാൾ ഒരുമിച്ചാണുള്ളത്? ആര് രണ്ടാളൂ? നീയും? ഇല്ല, അവള് പോയി. അല്ല, രണ്ടാൾ ഒരു വോയിസ് പറയുന്നില്ല, ഒരു എക്കോണെന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചാണ്. അല്ലല്ല, അവള് കോഴിക്കോടാ. പറയാം, കിട്ടിയാരെങ്കിലും ഒന്ന് പറയാം ആൻസർ. അഭിനവ കിട്ടിയടാ? ലങ്ക കിട്ടിയോ? കിട്ടിയോ? ഒന്ന് പറഞ്ഞേ, ഫസ്റ്റ് ട്രാൻസിഷൻ പറഞ്ഞേ. ഡെൽറ്റ Q0 ഡെൽറ്റ ഓഫ് Q0 A
Q0 നിന്ന് A റീഡ് ചെയ്യുന്നു. സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? സെറ്റ് നോട്ട്. സെറ്റ് നോട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? Q0 തന്നെ പോകുന്നു. Q0 തന്നെ തുടരുന്നു. X പുഷ് ചെയ്യുന്നു. ഓക്കെ, സെറ്റ് നോട്ടിന്റെ മുകളിൽ X പുഷ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ ട്രാൻസിഷൻ ഡെൽറ്റ ഓഫ് Q0. Q0 വന്ന് വീണ്ടും എന്ത് റീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്? വീണ്ടും A റീഡ് ചെയ്യാൻ A സാധ്യത. റീഡ് ചെയ്യുന്നു. A റീഡ് ചെയ്യുന്നു. സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? X പുഷ് ചെയ്തത് കൊണ്ട് X ഉണ്ടാവും അല്ലേ? X. നെക്സ്റ്റ് സെയിം സ്റ്റേറ്റ് തന്നെ പോകണം. Q0 തന്നെ പോകുന്നു. X ഓൾറെഡി മുകളിൽ ഉണ്ട്, അതിന്റെ മുകളിൽ X പുഷ് ചെയ്യുന്നു. X നെക്സ്റ്റ് ഡെൽറ്റ ഓഫ് Q0 B റീഡ് ചെയ്യുന്നു. ടോപ്പിൽ X ഉണ്ടാവും. B റീഡ് ചെയ്യുമ്പോൾ എന്താ ഓപ്പറേഷൻ നടക്കണ്ടേ? Q1ലേക്ക് പോകണം. പുതിയ സിമ്പിൾ ആയതുകൊണ്ട് പുതിയ സ്റ്റേറ്റിലേക്ക് കൊടുക്കാം. പോപ്പ് ചെയ്യുന്നതുകൊണ്ട് എപ്സിലോൺ ആണ്. പോപ്പ് ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എപ്സിലോൺ കൊടുത്തു. ഇനി അടുത്തത് ഡെൽറ്റ ഓഫ് Q1 B റീഡ് ചെയ്യുമ്പോൾ ടോപ്പിൽ X ഉണ്ടാവും. Q1 തന്നെ പോകുന്നു. എപ്സിലോൺ പോപ്പ് ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് ഡെൽറ്റ ഓഫ് Q1 എപ്സിലോൺ റീഡ് ചെയ്തിട്ട് അതായത് സ്ട്രിങ്ങിന്റെ എൻഡിലെത്തി A B ക്ക് ശേഷം അവസാനം എപ്സിലോൺ വെച്ചു. എപ്സിലോൺ റീഡ് ചെയ്യുന്നു, അതായത് എൻഡിലെത്തി. അങ്ങനെയാണെങ്കിൽ സെറ്റ് നോട്ട് വന്നു സർ. എങ്ങനെ? സെറ്റ് നോട്ട് Q1ലേക്ക് പോപ്പ് ഓപ്പറേഷൻ. ഇനി ഉണ്ടോ? കിട്ടിയില്ല, കഴിഞ്ഞില്ലേ? 5 സ്റ്റെപ്പ് ഉണ്ട്. ഇത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏത് മെക്കാനിസമാടാ? ഇതെന്ന് പറയുന്നത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഏതായിരിക്കും? അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തി പോപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മെക്കാനിസം വഴി ആക്സെപ്റ്റ് എന്ന് പറയാം? ആക്സെപ്റ്റൻസ് ബൈ എംപ്റ്റി സ്റ്റാക്ക് മെക്കാനിസം വെച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തെന്ന് പറയാം. ഇനി സപ്പോസ് നമ്മൾ ചെയ്യേണ്ടത് ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അഞ്ചാമത്തെ ആ ഒരു ട്രാൻസിഷനെ മാത്രം ഒന്ന് റീറൈറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അതെങ്ങനെ റീറൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേ. അഞ്ചാമത്തെ ഇത് രണ്ടും എഴുതി വെക്കരുത്. ഒന്നുകിൽ എംപ്റ്റി സ്റ്റാക്ക് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്. അപ്പം ആക്സെപ്റ്റൻസ് ബൈ എംപ്റ്റി സ്റ്റാക്കാണ് അഞ്ചാമത്തെ ഇങ്ങനെ വരാം. ഇനി ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം ആണെങ്കിൽ അഞ്ചാമത്തെ നമ്മൾ എങ്ങനെ എഴുതണം? ഈ ഒരു കാര്യത്തിന് 4ന് ശേഷം അഞ്ചാമത്തേന് എങ്ങനെ എഴുതണം? നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക? Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഉണ്ടാവില്ല. നാലാമത്തെ ട്രാൻസിഷൻ നോക്കിയാൽ Q1ലാണ് പോയി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. Q1ൽ നിന്ന് ദെൻ നമ്മൾ എന്ത് ചെയ്യും? എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉണ്ടാവുക? സെറ്റ് നോട്ട് തന്നെ ഉണ്ടാവുക. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ് Q2. ശ്രദ്ധിക്കണേ, Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ്. ബൈപ്പാസ് ഓപ്പറേഷൻ നടത്തുകയാണ്. അതായത് സ്റ്റാക്ക് ടോപ്പിനെ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് സൈഡിൽ വേണമെങ്കിൽ എന്ത് എഴുതി വെക്കാം? ഇതിൽ Q2 എവിടെയെങ്കിലും ചെറിയ നോട്ടായിട്ട് ചെയ്ത് Q2 എന്താണ്? Q2 ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. നമ്മുടെ സൈഡിൽ അവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പം ഇത് ഏത് മെക്കാനിസം? അപ്പം ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസം ആവും. രണ്ടും എഴുതരുത്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഓർ ഫിഫ്ത്ത് ഇതായിരിക്കാം അല്ലെങ്കിൽ ഇത്. രണ്ടും എഴുതി വെക്കരുത്. ഏതെങ്കിലും ഒന്നേ നമുക്ക് വേണ്ടതുള്ളൂ. ഫൈനൽ സ്റ്റേറ്റ് ആണ് ചോദിച്ചെങ്കിൽ ഈ രീതിയിൽ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ Q2ന് പകരം QF എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ മാറ്റിയിട്ട് എഴുതാം. എംപ്റ്റി സ്റ്റാക്ക് ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മതി. ഓക്കെ, ഇനി നമുക്കിനി നോക്കാനുള്ളത് ഇതെങ്ങനെ വരക്കാം. നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് വരച്ച പോലെ ഈ സാധനത്തിൽ നമ്മൾ പറഞ്ഞില്ല, ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് വരക്കും. ഇതുപോലെ തന്നെ ഡെൽറ്റേൻ്റെ ട്രാൻസിഷൻ ഫോമിൽ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പിക്ചോറിയൽ വരക്കാനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പുഷ് ഡൗൺ ഓട്ടോമാറ്റ് നമുക്ക് എങ്ങനെ പിക്ചോറിലൊന്ന് വരക്കും? ഈ സാധനം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് പിക്ചോറിയൽ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ വരക്കാൻ പോകുന്നത് എംപ്റ്റി സ്റ്റാക്ക് മെക്കാനിസത്തിൻ്റെ ഫിഗറാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ
എം ടി സ്റ്റാക്ക് മെക്കാനിസം ആണെങ്കിൽ എങ്ങനെ ഇതിനെ റീറൈറ്റ് ചെയ്യാം? ഓക്കെ, എങ്ങനെ റീറൈറ്റ് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി എവിടെ ഉണ്ടാവും? Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഉണ്ടാവും അല്ലേ? Q0യിൽ നിന്ന് നോക്കുക. Q0യിൽ ഫസ്റ്റ് ഇത് നോക്കിയാൽ ട്രാൻസിഷൻ നോക്കിയാൽ Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ, ഓക്കെ, Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൻ്റെ അവസ്ഥ എന്താ? സെറ്റ് നോട്ടാണ് അല്ലേ? അപ്പം ഞാൻ ഏതാണ് ഇങ്ങനെ ഏതാണ് Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ പോകുന്നത് Q0 ആയതുകൊണ്ട് തന്നെ Q0യിൽ നമുക്ക് എക്ക് സെൽഫ് ലൂപ്പ് കൊടുക്കാണോ? Q0യിൽ നിന്ന് എ റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? Q0യിലേക്ക് തന്നെ. അപ്പോൾ എക്ക് അവിടെ സെൽഫ് ലൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരെ. എൻ്റെ കൂടെ കോമ ഇട്ടിട്ട് നമ്മൾ എന്ത് പറയണം? സ്റ്റാക്ക് ടോപ്പിലുള്ള കാര്യം കൂടെ പറയണം. ഈ ചങ്ങനെ കൂടെ പറയണം. എ കോമ സെറ്റ് നോട്ട് ഇങ്ങനെ വേണം പറയാം. ഇനി ഇത് മാത്രം പറഞ്ഞാൽ പോരെ. ഏത് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയണം. ഏത് ഓപ്പറേഷൻ അവിടെ നടന്നേ? പുഷ് ഓപ്പറേഷൻ അല്ലേ? അപ്പം അത് പറയുക എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു സ്ലാഷ് ഇട്ടിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ പറയുക. ഒരു സ്ലാഷ് ഇട്ടിട്ടാണ് ഓപ്പറേഷൻ പറയുക. ഓപ്പറേഷൻ നടന്നത് പുഷ് ഓപ്പറേഷൻ ആണ്. സെറ്റ് നോട്ടിന്റെ മോളിലാണ് എന്ത് പുഷായത്? എക്സ് പുഷായത്. ഓക്കെ, അപ്പം ഈ ഒരു ട്രാൻസിഷനെയാണ് ഞാൻ ഒന്നാമത്തെ ട്രാൻസിഷനെയാണ് ഇപ്പം ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഇത് മനസ്സിലായോ? ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചത് മനസ്സിലായോ? ഫിഗർ പിക്ചോറിയൽ റെപ്രസെന്റേഷനിലേക്ക് മാറ്റിയപ്പോൾ ഇങ്ങനെ വന്ന മനസ്സിലായോ? അല്ല, ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണത് വേണ്ട. ഇനി നെക്സ്റ്റ് എന്താ അവസ്ഥ? രണ്ടാമത്തെ കേസ് നോക്കിയേ. ഇവിടെ എന്തായിരുന്നാണ് നമ്മൾ എഴുതിയത്? ഇവിടെ Q0 കോമ എ അല്ലേ? എ കോമ എക്സ്. ഇനി നമ്മൾ എഴുതേണ്ടത് ഈ രണ്ടാമത്തെ ട്രാൻസിഷൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കിടക്കുന്ന Q0യിലാണ്. Q0യിൽ നിന്ന് ആദ്യത്തേക്ക് ശേഷം വീണ്ടും എ റീഡ് ചെയ്യാം. എത്ര നമ്പർ ഓഫ് എ റീഡ് ചെയ്യുമ്പം പോകുന്ന എങ്ങോട്ട് തന്നെയാണ്? Q0യിലേക്ക് തന്നെയാണ്. അപ്പോൾ പിന്നീട് വരുന്ന എത്ര നമ്പർ ഓഫ് എക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ Q0ക്ക് തന്നെയായിരിക്കും. സോ എക്ക് എഗെയിൻ ഒരു സെൽഫ് ലൂപ്പ് വരും. ഇനി സെൽഫ് ലൂപ്പ് വരുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉള്ളത്? ഇവിടെ സ്റ്റാക്ക് ടോപ്പിൽ എക്സ്. അപ്പോൾ എ കോമ എന്തിടണം? എക്സ് ഇടണം. ഇനി സ്ലാഷ് ഇട്ടിട്ട് എന്താ പറയണ്ടേ? നടക്കുന്ന ഓപ്പറേഷൻ എന്താ? നടക്കുന്ന ഓപ്പറേഷൻ എക്സ് പുഷ് ഓപ്പറേഷൻ അല്ലേ? എക്സ് ആണ് ഉണ്ടാവുക. എക്സിന്റെ മുകളിൽ എക്സ് പുഷ് ചെയ്തു. ഓക്കെ, അപ്പം ഇതും നമ്മൾ പറഞ്ഞു. ഈ രണ്ടാമത്തതും പറഞ്ഞു. ഇനി മൂന്നാമത്തെ പറഞ്ഞേ. മൂന്നാമത്തെ എന്താ സംഭവിക്കുന്നത്? Q0യിലാണ് ഉണ്ടാവുക. ബി റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? നമ്മൾ എങ്ങോട്ട് പോകും? Q1 പുതിയ സ്റ്റേറ്റിലേക്ക് കൊടുക്കേണ്ടി വരും അല്ലേ? Q0യിൽ നിന്ന് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊടുക്കേണ്ടി വരും. എന്ത് റീഡ് ചെയ്യുമ്പോൾ? ബി റീഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ബി റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞേ. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ബി റീഡ് ചെയ്യുന്ന കേസ് എഴുതിയത്. Q0യിൽ നിന്ന് ബി റീഡ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉള്ളത്? എക്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ബി കോമ എക്സ് എന്ന് എഴുതണം. ഇനി സ്ലാഷ് ഇട്ടിട്ട് ഞാൻ എന്ത് പറയണം? ഏത് ഓപ്പറേഷനാണ് നടക്കുന്നത്? ഏത് ഓപ്പറേഷനാണ് നടക്കുന്നത്? വിച്ച് ഓപ്പറേഷൻ? ഇത് ഏത് ഓപ്പറേഷനാ? പോപ്പ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പോപ്പ് ഓപ്പറേഷൻ കാണിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ എത്തി. Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെത്തി. ഓക്കെ, ഇനി ബാക്കി എഴുതേണ്ടത് നാലാമത്തെ നോക്കുക. നാലാമത്തെ എങ്ങനെ നമുക്ക് എഴുതാം? Q1ൽ നിന്ന് എന്ത് റീഡ് ചെയ്യാണ്? Q1 നമ്മളിപ്പോൾ ഉള്ളത് Q1ൽ നിന്ന് ബി റീഡ് ചെയ്യാണ്. സ്റ്റാക്ക് ടോപ്പിൽ എക്സ് എന്ന് പറഞ്ഞുതരോ? എങ്ങനെ എഴുതാം? ഇവിടെ എങ്ങനെ ഇതിൻ്റെ അകത്ത് ബിന്റെ ട്രാൻസിഷൻ പറയണം? ബിക്ക് സെൽഫ് ലൂപ്പ്. കാരണം എങ്ങോട്ടാ പോകുന്നത്? Q1 നമ്മൾ ഉള്ളത്. Q1ൽ നിന്ന് ബി റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് തന്നെയാണ് പോകുന്നത്? നോക്കിയ റൈറ്റ് സൈഡ് നോക്കിയ Q1 തന്നെയാണ് പോകുന്നത്. അപ്പൊ ബിക്കും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? സെൽഫ് ലൂപ്പ് ആയിരിക്കും. ബിക്ക് സെൽഫ് ലൂപ്പ് ആയിരിക്കും. ഇനി ബി റീഡ് ചെയ്യുമ്പോൾ എന്താ? സ്റ്റാക്ക് ടോപ്പിന്റെ അവസ്ഥ എന്താടാ? എക്സ്. അപ്പൊ ബി കോമ എന്തിടണം? എക്സ് ഇടണം. ബി കോമ എക്സ് ഇടണം. കോമയുണ്ട് എവിടെ? ബി കോമ എക്സ് ഇടണം. ദെൻ എന്ത് ഓപ്പറേഷൻ നടക്കണ്ടേ? പോപ്പ് ഓപ്പറേഷൻ. അപ്പൊ സ്ലാഷ് ഇട്ടിട്ട് എന്ത് കൊടുക്കണം? എന്താണ് ഓപ്പറേഷൻ അത് പറയണം? പോപ്പ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി അഞ്ചാമത്തെ അവസാനത്തെ ട്രാൻസിഷൻ കൂടെ പറയണം. അപ്പം അഞ്ചാമത്തെ ട്രാൻസിഷൻ പറയാൻ വേണ്ടിയിട്ട്
നോക്കാം. നമ്മൾ കറന്റ് കിടക്കുന്നുണ്ട് എവിടെയായിരിക്കും ഉണ്ടാവും? എല്ലാ ബി റീഡ് ചെയ്യുമ്പോഴും ഈ ട്രാൻസിഷൻ വർക്കാവും. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ബി റീഡ് ചെയ്യുമ്പോഴും ഈ ഒരു കേസ് നമ്മൾ ഇപ്പോൾ എഴുതിയ ഈ ഒരു കേസ് വർക്കാവും. അങ്ങനെ എല്ലാ ബി റീഡ് ചെയ്ത് അവസാനം എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റീഡ് ചെയ്യും. ഇപ്പോൾ എ ബി എന്നാണെങ്കിൽ പിന്നെ റീഡ് ചെയ്യുന്നത് എപ്സിലോൺ ആണ്. ഓക്കെ, അപ്പോൾ എപ്സിലോണിൻ്റെ കേസാണ് നമ്മൾ 5ാമത്തെ ട്രാൻസിഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ Q1ൽ നിന്ന് എന്ത് റീഡ് ചെയ്യാണ്? എപ്സിലോൺ റീഡ് ചെയ്യാണ്. Q1ൽ നിന്ന് എപ്സിലോൺ റീഡ് ചെയ്യാണ്. എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? പോപ്പ് ഓപ്പറേഷൻ നടക്കണം. ഇനി എപ്സിലോൺ റീഡ് ചെയ്യുന്നതിന് മുന്നേയുള്ള അവസ്ഥ, ചാക്ക് ടോപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സെറ്റ് നോട്ട് ആയിരിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞുതരോ ഇതെങ്ങനെ മാറ്റി എഴുതാം? Q1 തന്നെ പോകുന്നു അല്ലേ? എന്ത് റീഡ് ചെയ്യുമ്പോൾ? എപ്സിലോൺ റീഡ് ചെയ്യും. Q1ൽ നിന്ന് എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ Q1ലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്ത് കൊടുത്തു? എപ്സിലോൺ തന്നെ കൊടുത്തു. എപ്സിലോൺ സെൽഫ് ലൂപ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഏതാ ഉള്ളത്? സെറ്റ് നോട്ട്. ഏത് ഓപ്പറേഷനാ? പോപ്പ് ഓപ്പറേഷൻ അല്ലടാ. ഓക്കെ, ഇതാണ് നമ്മുടെ എം ടി സ്റ്റാക്ക് മെക്കാനിസം. ഇങ്ങനെ പിക്ചറിൽ വരക്കാം. ഓക്കെ, ഇനി നമ്മളിത് ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസത്തിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ സാധനം ഇവിടുന്ന് കളഞ്ഞിട്ട് ആ ട്രാൻസിഷൻ പുതിയ സ്റ്റേറ്റിലേക്ക് കൊടുക്കേണ്ടി വരും അല്ലേ? Q1ൽ നിന്ന് അല്ലേ? ഇതാണ് നമ്മൾ എഴുതുന്നതെന്ന് വെച്ചോ. ഈ സാധനം മോളിൽ ഞാൻ എഴുതിയ സാധനം, ഇതിന് പകരം ഇതാണ് ഈ മെക്കാനിസമാണ്. അതായത് ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസത്തിൻ്റെയാണ് വരക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? Q1ൽ നിന്ന് എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകേണ്ടി വരും? Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വരും അല്ലേ? Q1ൽ നിന്ന് എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വരും. ഇനി എപ്സിലോൺ റീഡ് ചെയ്യുന്ന മാത്രം പറഞ്ഞപ്പോൾ അതിൻ്റെ അവിടെ കോമേറ്റ് ഉണ്ട് പറയണം. സ്റ്റാക്ക് ടോപ്പിൽ എന്താണുള്ളതെന്നും സ്ലാഷ് ഇട്ടിട്ട് ബൈപ്പാസ് ആണ് അല്ലേ? അപ്പോൾ സെറ്റ് 0 എന്ന് എഴുതേണ്ടി വരും ഈ സാധനം അല്ലേ? Q1ൽ നിന്ന് എപ്സിലോൺ റീഡ് ചെയ്യുമ്പോൾ Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതാണ് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റാക്ക് ടോപ്പിലുള്ളത് സെറ്റ് നോട്ട് ആണ്. അതുകൊണ്ടാണ് എപ്സിലോൺ Q0 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി നടക്കുന്നത് സ്കിപ്പ് ആയതുകൊണ്ട് സ്ലാഷ് ഇട്ടിട്ട് സെറ്റ് 0 എന്ന് കൊടുക്കും. കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? ഞാൻ Q2 എന്താക്കണം? ഫൈനൽ ആക്കണം. ഡബിൾ സർക്കിൾ ചെയ്യണം. ഈ ഫിഗർ ആയിരിക്കും എന്തിൻ്റെ ഫിഗർ? നമ്മുടെ ആക്സെപ്റ്റൻസ് ബൈ ഏത് മെക്കാനിസം? ഫൈനൽ സ്റ്റേറ്റ് മെക്കാനിസത്തിൻ്റെ ഫിഗർ. ഈ ഓർഡർ മൈൻഡിൽ കിട്ടിയാൽ മതി. ആദ്യം പറയുന്നത് എന്താണ്? റീഡ് ചെയ്യുന്ന സിമ്പൽ. പിന്നെ പറയുന്നത് എന്താണ്? കറൻ്റ്ലി സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള സിമ്പൽ എന്താണ്? സ്ലാഷ് ഇട്ടിട്ട് പറയുന്നത് എന്താണ്? സ്ലാഷിന് ശേഷം നമ്മൾ എപ്പം പറയാം? നടക്കുന്ന ഓപ്പറേഷനാണ്. ഇത് മനസ്സിലായോ? വരച്ചത് മനസ്സിലായോ? ഓക്കെ, ഈ രണ്ട് രീതിയിൽ നമുക്കവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനിയിപ്പം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. സമയം പോയി, ഇനി ചെയ്യണ്ടല്ലോ അല്ലേ? പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒമ്പരിയായില്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം, ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എടുത്തതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് യു ക്യാൻ ലീവ്.